നമസ്കാരം. കൊച്ചിയിലെ മെഗാ ഗിന്നസ് നൃത്ത തട്ടിപ്പിൽ സുരക്ഷാ വീഴ്ചയ്ക്കൊപ്പം വ്യാപകമായ പണപ്പിരിവും നടന്നു. ന്യൂസ് 18 പുറത്തുവിടുന്ന ഓഡിയോ സംഭാഷണത്തിലൂടെ വ്യക്തമാകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നിരവധി ആളുകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1 വർഷമായി പണം സ്വീകരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. പല കാരണങ്ങളാൽ നൃത്തത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന ആൾക്കാർക്ക് ഈ പണം തിരികെ ചോദിച്ചപ്പോൾ നിങ്ങൾ നിയമ പോരാട്ടത്തിന് പോകൂ എന്നായിരുന്നു മറുപടി. വ്യക്തിപരമായി ഞങ്ങളാരും പണം വാങ്ങിയിട്ടില്ല, കമ്പനിയുടെ പേരിലാണ് വാങ്ങിയത്, അത് നിയമപരിരക്ഷയുണ്ട് എന്നും വേണമെങ്കിൽ കൺസ്യൂമർ കോർട്ടിൽ പോയി പണം വാങ്ങാം എന്നുമാണ് ഈ പാവപ്പെട്ട നൃത്ത അധ്യാപകരോട് ഇവർ പറഞ്ഞു വെച്ചത്. നിരവധി കുട്ടികളെ ഇങ്ങനെ വലിയൊരു സംഭവത്തിൻ്റെ ഭാഗമാക്കാം എന്ന് കരുതി ഇറങ്ങിത്തിരിച്ച അധ്യാപികമാരിൽ പലർക്കും വലിയ തട്ടിപ്പ് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ നമുക്ക് ആശ്വാസകരമായ കാര്യം MLAയുടെ ആരോഗ്യനില സംബന്ധിച്ചാണ് മെച്ചപ്പെട്ടു വരുന്നുണ്ട്. പക്ഷേ ഈ സുരക്ഷാ വീഴ്ചയുടെ പണം തട്ടിപ്പിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും നിയമപരമായി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ കമ്പനിയും മൃദംഗാവിഷ്ണു എന്ന കമ്പനിയും അതുമായി ബന്ധപ്പെട്ട ഒരാളും. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു നൃത്ത അധ്യാപികയായ മയൂര സ്കൂൾ ഓഫ് ഡാൻസ് ഡയറക്ടർ ശ്രീമതി സുരഭി M. നായർ ഇത്തരത്തിൽ തട്ടിപ്പിൽപ്പെട്ട ഒരാളാണ്. ഷമീർ എന്നയാൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സുരഭി ഈ ഓഫീസിനെ സമീപിക്കുകയും മൃദംഗാവിഷ്ണുവിൽ പരാതിപ്പെടുകയും ചെയ്തപ്പോൾ ഷമീർ CEO എന്ന് പരിചയപ്പെടുത്തിയ ആൾ സംസാരിച്ചു സുരഭിയോട്. ആ ഓഡിയോ സംഭാഷണത്തിലേക്ക്, ന്യൂസ് 18 പുറത്തുവിടുന്ന ആ ഓഡിയോ സംഭാഷണത്തിലേക്ക് ഒന്ന് പോകാം. ഹലോ മിസ് സുരഭി. അതെ. ഓക്കെ. ഞാൻ മൃദംഗാവിഷ്ണുവിന്റെ ഹെഡ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്റെ പേര് ഷമീർ എന്നാണ്, ഞാൻ CEO ആണ് കമ്പനിയുടെ. പിന്നെ എനിക്ക് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് നിങ്ങളുടെ എന്തോ കംപ്ലൈന്റുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ കാര്യമായിട്ട് എന്തായിരുന്നു ഒന്ന് പറയാവോ? പേയ്മെന്റ് മാറും, 2900 അല്ല 3500 ആകും എന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞു എനിക്കത് ബുദ്ധിമുട്ടാണ്, കാര്യം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും പാരൻസിനെ ഞാൻ കൺവിൻസ് ചെയ്തെടുത്തത്, അങ്ങനെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരല്ല ഞങ്ങളുടെ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ കവിതയാണ് എന്നെ ഇതിലോട്ട് കയറ്റിയത്. കവിത ഞാനും ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ ഞാൻ കവിതയ്ക്ക് മെസ്സേജ് ഇട്ടു, കവിത ഇതിന്ന് എന്നെ ഒഴിവാക്കി തരണം, പേയ്മെൻറ്റ് തിരിച്ചിപ്പം തന്നെ തരണം, കാര്യം എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഞാൻ അറിയിച്ചു. അപ്പോൾ രണ്ടുപേരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ മെസ്സേജസിനൊന്നും. അപ്പോൾ അവരൊക്കെ കൂടി ഇപ്പോൾ എന്നെ ഒരുമാതിരി ഞാനൊരുമാതിരി എന്തോ അവരെ ചീറ്റിയത് കണക്കായി. അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റീഫണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ തുടരാൻ താല്പര്യമില്ല. നമുക്ക് അങ്ങനെ റീഫണ്ട് ഓപ്ഷൻ ഇല്ല. അത് ആദ്യമേ നമ്മൾ പറഞ്ഞു വെച്ചിട്ടാണ് ഈ പറയുന്ന രീതിയിൽ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ലീഗലി മൂവ് ചെയ്യുക എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ആ പറയുന്ന നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ വ്യക്തമായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. ഞാനത് നിങ്ങൾ അറിയില്ല, നിങ്ങൾ ഇപ്പോഴും പറയുന്നത് എനിക്ക് അറിയുന്നതിനകത്ത് അറിയില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് ആരും വ്യക്തമായിട്ട് പറഞ്ഞിരുന്നില്ല. ടീച്ചറെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ടൈം ആണെങ്കിലും ഇതാണെങ്കിലും ഇത് സൈബർ രീതിയിലുള്ളതും ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസ്യൂമർ കോർട്ടിലേക്ക് പോകുന്ന കാര്യമാണ്. നിങ്ങളിപ്പോ ഈ കോടതി കേസ് പറഞ്ഞിട്ട് എന്നെ ഓഫീസിൽ വിളിച്ചപ്പോൾ ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നിങ്ങൾ പോകുമ്പോൾ ഈ കേസ് വരുന്നത് കൺസ്യൂമർ കോർട്ടിലേക്കാണ്. കൺസ്യൂമർ കോർട്ടിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ഇതിനകത്ത് നിങ്ങൾ ആ സമയത്ത് ഏത് സമയമാണോ എന്നുള്ളത് ഓൾറെഡി അവിടെ ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾ ഈ പറയുന്ന സമയത്ത് ഇത്ര രൂപ ഇട്ടു, അക്സെപ്റ്റ് ചെയ്തിട്ട ആ ഒരു കാര്യം അവിടെയുണ്ട്. അതിനകത്ത് നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് വളരെ ട്രാൻസ്പെറന്റ് ആണ്. അതിനകത്ത് ഒരു റീഫണ്ടും ഇല്ല എന്നുള്ളത് കമ്പനിയുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല. ടീച്ചറിന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പറയുന്നത് ഞാൻ കേസ് കൊടുക്കും എന്ന് പറയുന്നത് യു ആർ മേക്കിംഗ് കേസ് അഗെയിൻസ്റ്റ് ദ കമ്പനി. മൃദംഗാവിഷ്ണുവിനെതിരെ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം മൃദംഗാവിഷ്ണുവാണ് നിങ്ങളുടെ പേയ്മെന്റ് കളക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെ? നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങൾ പൈസ അടച്ചിരിക്കുന്നത് മൃദംഗാവിഷ്ണുവിന്റെ അക്കൗണ്ടിലേക്കാണ്. നിങ്ങൾക്ക് നിഗോഷ്യന്റെയോ പറയുന്ന കവിതയുടെ അക്കൗണ്ടിലേക്കല്ലല്ലോ നിങ്ങൾ പൈസ അടച്ചത്. നിങ്ങളും കമ്പനിയുമായിട്ടുള്ള ആ ഡീലില് ആണ് ഈ കാര്യം നടന്നിരിക്കുന്നത്, അല്ലെ? കമ്പനിയെ അല്ലല്ലോ എന്നോട് സംസാരിച്ചത്, ഈ 2 വ്യക്തികളാണല്ലോ. അവരാണല്ലോ എന്നെ മിസ്ഗൈഡ് ചെയ്തത്, എന്നെ അതിലോട്ട് വലിച്ചിട്ടതും എൻ്റെ പേയ്മെന്റ് എടുത്തതിന് ശേഷം 3500 ആണെന്നും പിന്നെ ഡേറ്റ് മാറുന്നതും ഒക്കെ പറയുന്നതും കമ്പനി ഡയറക്റ്റ് അല്ലല്ലോ, ഈ വ്യക്തികളാണല്ലോ എന്നെ സംസാരിച്ചതും ഒക്കെ. 32,000 എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് അല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക്, നിങ്ങൾ കമ്പനിക്ക് അതൊക്കെ ചെറിയ എമൗണ്ട് ആയിരിക്കും, ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് അതൊരു വലിയ എമൗണ്ട് ആണ് 32,000 എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ടീച്ചറിനോട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പൊസിഷനിലാണ് എനിക്കിപ്പോ സംസാരിക്കാൻ കഴിയുക. ഞാൻ വളരെ ഇപ്പൊ എന്താ നെക്സ്റ്റ് വീക്ക് ഈവന്റ് ആണ്, മനസ്സിലായോ? നമ്മൾ ഇത്രയും വലിയൊരു പ്രൊജക്ടിന്റെ എത്രയും ഹൈപ്പ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു കൺസേൺ എനിക്ക് മനസ്സിലാവും. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും കേട്ടിരിക്കുന്നതും ഞാൻ
ഞാൻ ടീച്ചറിന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അപ്പൊ എന്റെ സൈഡിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ടീച്ചറിന് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നുള്ളതാണ്. ബാക്കി ടീച്ചറിന് ചിന്തിക്കാം, ബാക്കി ടീച്ചറിന് ഏത് രീതിയിൽ. അതായത് നിങ്ങൾ 5 പൈസ പോലും തിരിച്ചു തരത്തില്ല, 32,000 ചുമ്മാ വെറുതെ നിങ്ങൾ ഞങ്ങളുടെ കൈക്കലാക്കി. ഞാൻ ഇൻഫോം ചെയ്തത്. സുരഭി എം നായർ എന്ന മയൂര സ്കൂൾ ഓഫ് ഡാൻസിലെ അധ്യാപിക, അവർ ഈ തരത്തിൽ കുട്ടികളിൽ നിന്ന് അവരെ ഈ വലിയ പ്രധാനപ്പെട്ട ഇവൻ്റ് ആണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കുട്ടികളും രക്ഷിതാക്കളെയും സംബന്ധിപ്പിച്ച് പണമടച്ചാണ്. 32,000 രൂപ അടച്ചു. പിന്നീടാണ് ഇവർ മനസ്സിലാക്കുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെയൊക്കെ ഒരു കാഠിന്യവും ഈ പറഞ്ഞതുപോലെ കൂടുതൽ പണം വേണമെന്നുള്ള കാര്യങ്ങളുമൊക്കെ. തുടർന്ന് ഇവർ നിയമ നടപടിയിലേക്ക് പോകുന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഈ CEO ആയ ഷമീർ ഇത്തരത്തിൽ സുരഭിയോട് സംസാരിക്കുന്നത്. സുരഭി എം നായർ ടെലിഫോൺ ലൈനുണ്ട്. സുരഭി, ഈ ഓഡിയോ സംഭാഷണം ഞങ്ങൾ പ്രേക്ഷകരെ കേൾപ്പിക്കുകയായിരുന്നു. ഇത് വലിയൊരു തട്ടിപ്പ്, അതായത് ഇപ്പോൾ നമ്മൾ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് മാത്രമാണ് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ വ്യാപകമായി ഒരു വർഷമായി ഇതുമായി ബന്ധപ്പെട്ട് പണം ഇവർ സ്വീകരിച്ചിരുന്നുവെന്നും പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് പണം തിരികെ നൽകില്ല എന്നുള്ള തരത്തിലുള്ള സംഭാഷണങ്ങൾ ഇവർ നടത്തിയിരുന്നുവെന്നുമല്ലേ മനസ്സിലാക്കേണ്ടത്. സുരഭിയുടെ അനുഭവം എന്തായിരുന്നു? അതെ, ഇവര് ആക്ച്വലി മെയിൽ നടത്തുമെന്ന് പറഞ്ഞിട്ട് ഫെബ്രുവരി ഒക്കെ ആയപ്പോ, ഫെബ്രുവരി തുടക്കത്തിൽ ഞങ്ങളെ പോലുള്ള കുറച്ച് പേരെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുമായിരുന്നു. ഉടനെ തന്നെ പൈസ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പോവും, ഐറ്റം കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ പൈസ പെട്ടെന്ന് അടയ്ക്കുന്നത്. എന്നിട്ട് ഈ പരിപാടി നടക്കുന്നത് ഡിസംബറിലാണ്. അവർ മാറ്റി വെച്ചിട്ട് അപ്പോൾ ഈ കുറച്ചുകൂടി സമയം തന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ കുറച്ചുകൂടി അന്വേഷിച്ചിട്ട് ഇതിലോട്ട് ഇറങ്ങുള്ളായിരുന്നു. ഇപ്പൊ പരിചയമുള്ള ഒരു അധ്യാപിക പറയുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ വിശ്വാസം വെച്ചിട്ടാണ് ഇതിലോട്ട് വേഗം പൈസ അങ്ങ് അടച്ചത്. കുട്ടികളുടെ ആദ്യ ഗഡുവാണ് അടച്ചത്. പിന്നെയാണ് തിരിച്ച് ഉടനെ 2 ദിവസത്തിനകം തന്നെ മറ്റൊരു അധ്യാപിക പറഞ്ഞറിഞ്ഞു, എന്നോട് പറഞ്ഞത് ആദ്യം 2,900 അതിന്റെ കൂടെ ടാക്സ് ഉണ്ടെന്ന്. അത് ഞാൻ നെഗോഷ്യനെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് അത് നിങ്ങൾക്ക് അറിയത്തില്ലേ ടാക്സ് ഉണ്ട്. പിന്നെ അതുപോലെ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അപ്പോൾ സർട്ടിഫിക്കറ്റിന് ഇനി വേറെ പൈസ നിങ്ങൾ വാങ്ങിക്കോ, എപ്പോഴും ഇങ്ങനെ പൈസ മാറ്റി പറയാൻ എനിക്ക് പാരന്റ്സിനോട് പറ്റത്തില്ല. അത് പറഞ്ഞപ്പോഴാണ് പുള്ളി പറയുന്നത് ഇത് വെറും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇല്ല എനിക്ക് ഇതിന് താല്പര്യമില്ല, ഞാൻ ഇപ്പൊ ഇന്നലെയല്ലേ പൈസ അടച്ചിട്ടുള്ളൂ, പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പൊ തൊട്ട് പിന്നെ അവർ എന്റെ കോളോ മെസ്സേജോ ഒന്നും റെസ്പോണ്ട് ചെയ്യാതെ, എന്നെ ഇതിലോട്ട് ചേർത്ത് നിർത്താധ്യാപിക പോലും എന്നെ പരിചയമില്ലാത്ത കണക്ക് ഒരു ഭാവവും ഒന്നിനും ഒരു റെസ്പോൺസ് ഇല്ലായിരുന്നു. അവസാനം ഇവര് 2ാമത്തെ ഗഡു അടയ്ക്കാനായി വീണ്ടും പ്രഷർ തരുമ്പോഴാണ് ഞാൻ ഇവരോട് പറയുന്നത്, ഞാൻ അങ്ങോട്ട് പറയല്ലേ പൈസ തിരിച്ചു തരുമെന്ന്, ഇത് ഇനി നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ ലീഗലി മൂവ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഈ CEO എന്നെ വിളിക്കുന്നത്. ആ ഒരു വേർഡ് ലീഗലി മൂവ് ചെയ്യുന്ന ഒരു ടേം കേട്ടപ്പോൾ ഉടനെയാണ് CEO വിളിച്ചത്. ആ സെക്കൻഡ് വിളിച്ചു. എന്നിട്ടാണ് ആ സംഭാഷണം നിങ്ങൾ കേട്ടല്ലോ, ഒരു പൈസ പോലും തരത്തില്ല, അത് ഞങ്ങളുടെ റൂൾസിലുള്ളതാണ്, നിങ്ങൾ ഏത് കോടതി പോലും ഞങ്ങൾക്ക് വക്കീലുണ്ട് എന്നുള്ള രീതിയിൽ പുള്ളി ഭീഷണിയുടെ സ്വരം മുഴക്കിയത്. അതാണ്. എന്നിട്ട് ഈ പിന്നീട് ഈ പറഞ്ഞ ഈ ഡയറക്ടർ, നമ്മൾ സംസാരിച്ചത് ഇയാൾ പറയുന്നത് CEO ആണ് എന്നുള്ളതാണ്. അതോടുകൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റിയില്ലല്ലോ അല്ലേ? നിങ്ങളെ ഉൾപ്പെടുത്തതുമില്ല, നിങ്ങൾ പങ്കെടുത്തതുമില്ല, പണവും കിട്ടിയില്ല. ഇല്ല, പണവും കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് സാരി കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഏതാണ്ട് 3,500 പകുതി എന്ന് പറയും കൂടുതൽ ഞങ്ങൾ അടച്ചല്ലോ, 1,900 രൂപ അടച്ചല്ലോ. എങ്കിൽ പോലും ഞങ്ങൾക്ക് ഇതൊന്നും അവര് പ്രൊവൈഡ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ കുട്ടികളെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്തത്? കുട്ടികളിൽ നിന്ന് വാങ്ങിയ പണമായിരുന്നു? അവരൊക്കെ താങ്കൾ പറയുന്നുണ്ട് സാധാരണക്കാരായ കുട്ടികളാണ്, അവർക്ക് ഈ കാര്യങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ള അവരുടെ ആഗ്രഹം കൊണ്ടുമൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അവർ ഈ പണം മുടക്കിയത്. അതെ, ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കുട്ടികൾക്ക് കിട്ടുക എന്ന് പറയുന്നത് പാരന്റ്സിന് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അത് വാസ്തവമായ സത്യസന്ധമായ ഒരു പരിപാടി ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ കുട്ടികളോട് പറയുന്നത്. ഇങ്ങനെ ഒരു പരിപാടി അറിഞ്ഞിട്ടുണ്ട്. കാര്യം എന്നെ ഇതിലോട്ട് വിളിക്കുന്നത് എനിക്ക് ചെറുതിലെ തൊട്ടേ പരിചയമുള്ള ഒരു തിരുവനന്തപുരത്തുള്ള ഒരു നൃത്താധ്യാപിക തന്നെയാണ്. അപ്പൊ അവരോടത്തുള്ള ട്രസ്റ്റും കൂടി വെച്ചിട്ട് ഞാൻ എന്റെ കുട്ടികളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, പാരന്റ്സിനോട് ഗ്രൂപ്പിലിട്ടോ, താല്പര്യമുള്ളവർക്ക് കയറാം. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഈ യുവജനോത്സവത്തിലും ഒന്നും പങ്കെടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റെങ്കിലും അവർക്ക് ലൈഫിൽ കിട്ടുമെങ്കിലും നല്ലതല്ലേ എന്ന് പാരന്റ്സും കരുതി കാണും. അങ്ങനെയാണ് അവർ ഇതിലോട്ട് ഇറങ്ങുന്നത്. ചുരുക്കം പറഞ്ഞാൽ പരിപാടിയിൽ പങ്കെടുക്കാനും പറ്റിയില്ല, മുടക്കി കാശും തിരിച്ചു കിട്ടിയില്ല. ഇല്ല, അഡ്വാൻസ് തുക തിരിച്ചു തരത്തില്ലെന്ന് അവർ തീർത്തും പറഞ്ഞിട്ടുണ്ട്. എന്താ ഇവർ അവസാനം ആരുമായിട്ടാണ് സംസാരിച്ചത്? ഞാൻ ഈ ലാസ്റ്റ് സംസാരിച്ച ഫോൺ സംഭാഷണമായിരിക്കും CEO ഷമീറുമായിട്ട്. അതെന്നായിരുന്നു? അത് ഡിസംബർ 24-ാം തീയതി. അതിനുശേഷം ഇവരുടെ റെസ്പോൺസുകളൊന്നുമില്ല? ഇല്ല, പിന്നെ ഒന്നുമില്ല. ശരി, നന്ദി സുരഭി ഈ വിഷയത്തിൽ സംസാരിച്ചതിന്. സുരഭിയുടെ അനുഭവമാണ് സുരഭി പങ്കുവച്ചത്. എന്നോടൊപ്പം ചർച്ചയിൽ ബിജി ഹിലാലുണ്ട്, ഈ കൊച്ചിയിൽ ഇത് പങ്കെടുത്ത കുട്ടിയുടെ രക്ഷിതാവാണ്. ഒപ്പം ശ്രീകുമാർ മനയിലുണ്ട്, മാധ്യമപ്രവർത്തകൻ. ശ്രീ വിനു കിരിയത്ത് സംവിധായകൻ നമ്മോടൊപ്പമുണ്ട്. അരുൺ ദേവ് ചെറുവണ്ണൂറുണ്ട്. ആദ്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ ആളാണ് അരുൺ. ശ്രീ വിനു, ഇവിടെ സംഭവിച്ചത് ഇപ്പോൾ സുരഭിയുടെ അനുഭവം അതൊരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കില്ല. ഇങ്ങനെ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ ഒട്ടുമിക്ക ഡാൻസ് ടീച്ചേഴ്സിനെ ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എത്ര വേഗമാണ് ഈ തട്ടിപ്പ് ഇവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കാനായതല്ലേ?
ഇതിപ്പോൾ സുരഭിയെ പോലെയുള്ളവർ ഇത് സധൈര്യം വന്ന് പറയുന്നു. ഇതിനകത്ത് എനിക്കറിയാൻ കിട്ടിയ ചില ടീച്ചേഴ്സ് കുട്ടികളെ പ്രൊവോക്ക് ചെയ്ത് കൂടുതൽ പൈസ വാങ്ങിച്ചതായിട്ടും ഇതിനകത്തുണ്ട് കേട്ടോ. അവരൊന്നും ഇത് പുറത്ത് വരത്തില്ല. കാരണം ഇതിനകത്ത് ഡാൻസേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് പറയുന്നതിൽ ഒരു മടിയില്ല. ഈ 12,500 പേരും ഡാൻസ് പഠിച്ചതാണെന്നോ അല്ലെങ്കിൽ ഭരതനാട്യത്തെക്കുറിച്ച് ശാസ്ത്രീയമായി ഒരു 10 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയാൻ അറിയാത്തവർ തന്നെയാണ് അതിനകത്തുള്ള പകുതി പേരും. സുരഭിയൊക്കെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഓതൻറ്റിക്കായിട്ട് പഠിച്ചിട്ടുള്ളവരാണെന്ന് എൻ്റെ തോന്നൽ. കുട്ടിക്കാലം മുതലായിട്ട് വേണ്ടത് പഠിച്ചിട്ടുള്ളതാണ്. അവർ വലിയൊരു സ്കൂൾ നടത്തുന്നുണ്ട്, പല പ്രോഗ്രാംസും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് ഇതൊരു വലിയ വിഷമമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, മലയാളത്തിലൊരു ഇത് പറയുന്നുണ്ട്, മുഞ്ചിറ എന്ന് പറയുമ്പോൾ ആന മുമ്പോട്ടെന്ന് പറയും. അതായത് അവിടെ കരിമ്പാണ് എന്ന് പറഞ്ഞ പോലെ മലയാളി ഇത്തരം എന്ത് കേട്ടാലും ഭവിഷ്യത്തിനെ കുറിച്ച് ആലോചിക്കാതെ ചാടി അങ്ങ് ഇറങ്ങിയിട്ട് പിന്നീട് നമ്മളിത് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. പക്ഷേ എനിക്കിതിനകത്ത് ഏറ്റവും വേദന തോന്നിയത് ദിവ്യ ഉണ്ണി ഇന്നലെ രാത്രി അമേരിക്കയിലേക്ക് പോയി. ആ MLA ഒന്ന് പോയി ആശുപത്രിയിൽ പോയി ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കുക. അതൊക്കെയല്ലേ മനുഷ്യത്വം എന്ന് പറയുന്നത്. അത് ചെയ്യാതെ അവർ ഇവിടുന്ന് പോയി. ചോദ്യം ചെയ്യുമെന്ന് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു. എവിടുത്തെ അമേരിക്കൻ പോലീസ് ചോദ്യം ചെയ്യുമോ എനിക്കറിഞ്ഞൂടെ, ഇത് എപ്പോൾ ചോദ്യം ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ കുറേ കളികളുണ്ട് എന്ന് തന്നെയാണ്. നോക്കൂ, പലരും ഇതുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ, ഈ നമ്മൾ നോക്കുന്ന ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം പോകും പോലെയല്ല, അങ്ങ് കാസർഗോഡ് നിന്ന് വരെയും വന്നവർക്ക് അക്കോമഡേഷൻ ഇല്ല, അവർക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ല, അവർക്കൊരു കുപ്പി മിനറൽ വാട്ടർ പോലും ഇത്രയും രൂപ മേടിച്ചിട്ട് കൊടുത്തിട്ടില്ല. അതിലുപരി കളിക്കുന്ന കുട്ടികളുടെ ഇടയിൽ അവരവർ കൊണ്ടുവന്ന പെട്ടികൾ വെച്ചിരിക്കുകയാണ്. അത് ചില ചാനലുകൾ കാണിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ചു. അതുപോലെ അവർക്കൊരു സ്ഥലമില്ല അല്ലേ, അതുപോലെ കൊടുത്തില്ല. അവർ നോക്കൂ, പെൺകുട്ടികളാണ്, അവർക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്യുക. അതായത് ഏതൊക്കെ രീതിയിൽ ഇതിൽ പൈസ വെട്ടിക്കാമോ അതിന് തെളിവല്ലേ കസേരയുടെ മുകളിൽ ഒരു സ്റ്റേജ് കെട്ടുക. ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്, പ്ലാസ്റ്റിക് കസേരയുടെ മുകളിൽ സ്റ്റേജ് കെട്ടി. അങ്ങനെയല്ലേ ഉമാ തോമസ് മാഡം വീണത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ക്രൗഡിന് ഇത്രയും പോലീസ് മതിയോ? അപ്പോൾ അവിടെയും ലാഭിച്ചു, നിസ്സാര പോലീസുകാരെ കൊണ്ടുവച്ചു, ഒരു ഡോക്ടറില്ല. പക്ഷേ ആ മാഡം വീണപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് മൈക്കിൽ കൂടെ ചോദിച്ചിട്ട് വന്നിട്ട് അവരെ സ്ട്രെച്ചറിൽ കയറ്റി കൊണ്ടുപോകാനുള്ളതിന് പകരം മനുഷ്യത്വത്തിൻ്റെ പുറത്തായിരിക്കാം കുറേ പേര് വന്ന് കാലിലും തലയിലും പിടിച്ചപ്പോൾ അവരുടെ റിബ്സ് ഒടിഞ്ഞിരിക്കുകയാണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ. എന്തൊരു വേദന സഹിച്ചിരിക്കും ആ സ്ത്രീ ഇല്ലേ. ഇവിടെ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. ഇതൊക്കെ നിയമത്തിൽ കൊണ്ടുവരേണ്ട കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ ഇവിടെ എന്താണ് വേദിയിലെല്ലാം അറേഞ്ച് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് 25,000 50,000 പേര്? കുസാറ്റിൽ കുറച്ചാൾ മുമ്പ് 5 കുഞ്ഞുങ്ങൾ മരിച്ചിട്ട് അധികം നാളായില്ല. അന്നിവിടെ ഇതൊക്കെ നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ സംസ്ഥാന സ്കൂൾ ജനോത്സവം അടുത്ത ആഴ്ച തുടങ്ങുമ്പോൾ മന്ത്രി എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രതിഷേധിക്കുന്നവർക്കെതിരെ അതിശക്തമായി നടപടിയെടുക്കും. ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്കൊന്ന് പറയാനുള്ളൂ, താങ്കൾ മുണ്ടും എടുത്തെടുത്ത് അസംബ്ലി ഹാളിൽ മേശപ്പുറത്ത് കയറി കമ്പ്യൂട്ടർ അടിച്ച് പൊട്ടിച്ചിട്ട് പ്രതിഷേധിക്കാൻ അവകാശമുള്ളൊരു നാടാണ്. അങ്ങനെ പ്രതിഷേധിക്കാതിരുന്നാലുള്ള കുഴപ്പം ഇപ്പോൾ ജഡ്ജസിന് ഉറപ്പായി ഇനി എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, എനിക്ക് തോന്നിയവർക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ കലയെ നശിപ്പിക്കുന്ന ഒരു പ്രവണത ദയവ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഭരതനാട്യം, മോഹിനിയാട്ടം എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ട്രഡീഷണലായിട്ട് നമ്മുടെ ഭാരത സംസ്കാരമാണ്. അതിനെ ഇത്തരത്തിൽ ഗോഷ്ഠി കാണിക്കാൻ വേണ്ടി ഉപദ്രവിക്കുന്നതിനോട് എനിക്ക് നേരത്തെ ഞാനൊരു വീഡിയോ ഇത്രയും മുമ്പ് ഞാൻ കണ്ടായിരുന്നു. ഒരു സനുഷ ദയാൽ എന്ത് രസമായിട്ട് നാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ഒരു കവിതയെ ബേസ് ചെയ്തിട്ട് 6000 കുട്ടികൾ മോഹിനിയാട്ടം അതൊന്ന് കാണിക്കണം. ശരിക്കും എന്ത് പെർഫെക്ഷൻ, കഴിഞ്ഞ 4 വർഷം എന്തൊരു പെർഫെക്ഷനാണ് അത് കാണിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? അതൊക്കെയാണ് യഥാർത്ഥ ഡെഡിക്കേഷൻ ആ കലയോടുള്ളത്. ഇല്ല, ഇത് പണമുണ്ടാക്കാനുള്ളൊരു മാർഗം. ഇതിപ്പോൾ പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ 2025 മാർഗം കളിയായിട്ട് വന്നേനെ പൈസ. തീർച്ചയായും അതാണ്. ഏതായാലും നമുക്ക് ശ്രീ ശ്രീകുമാർ മനയിൽ ഇവിടെ നമ്മൾ ഈ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ആരാണ് ഈ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദി എന്നുള്ളതാണ്. സുരക്ഷാ വീഴ്ച അവിടെ സംഭവിച്ചതാണ്. ഉമാ തോമസ് ആശുപത്രിയിലാണ്, നമുക്കറിയാം. നമ്മൾ അവർക്ക് വേണ്ടി കേരളം മുഴുവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ നമ്മോട് സംസാരിച്ച ടീച്ചർ പറയുന്ന അനുസരിച്ച് ഒരുപാട് ആളുകളിൽ നിന്ന് ഇവർ ഇത്തരത്തിൽ പണം സ്വീകരിച്ചിട്ടുണ്ട്. പലർക്കും ഇതിൽ പല കാരണങ്ങൾ കൊണ്ട് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഇവർ പുറത്തുവിട്ട കണക്കിനേക്കാൾ കൂടുതലുള്ള പണം ഇവരുടെ പക്കൽ എത്തിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഈ പറഞ്ഞതുപോലെ ആ തരത്തിലുള്ള അന്വേഷണം കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വേണ്ടിവരും. കാരണം അത്ര വലിയ ഒരു പണപ്പിരിവ് കൂടി, പണത്തട്ടിപ്പ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. രഞ്ജിത്ത്, ഇത് ഈ പണപ്പിരിവ്, പണത്തട്ടിപ്പും ഈ നമ്മുടെ ഉമാ തോമസിൻ്റെ ഗുരുതരമായ അപകടവും രണ്ടായിട്ട് കാണണം. ഈ പണപ്പിരിവ്, പണത്തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ എല്ലായിടത്തും നടക്കുന്ന പരിപാടിയാണത്. ഈ ഇത്തരം ഡാൻസ് പ്രോഗ്രാം മാത്രമല്ല, നിങ്ങൾ നോക്കിയോ നിരവധി പരിപാടികൾ ഇങ്ങനെ ആളുകളുടെ പോക്കറ്റ് അടിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഞാനൊരിക്കലും ഇക്കാര്യത്തിൽ ഞാൻ കുറ്റം പറയുന്നത് ഈ കുട്ടികളുടെ മാതാപിതാക്കളെയാണ്. എന്ത് ഗിന്നസ് ബുക്കിൽ കയറുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ കുട്ടികളിൽ ആരെങ്കിലും മുഖം കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ?
ഈ കുട്ടികളിൽ ആരെങ്കിലും നിങ്ങൾ ആ വിഷ്വൽ എടുത്ത് നോക്കൂ, ഒരു കുട്ടിയുടെ മുഖം കാണാൻ നിങ്ങൾക്ക് പറ്റില്ല. പിന്നെ ഈ കുട്ടികളെങ്ങനെ ഗിന്നസ് ബുക്കിൽ കയറുന്നത്? ഗിന്നസ് ബുക്ക് എന്ന് പറയുന്നത് ഇതുപോലൊരു ആഗോള തട്ടിപ്പ് വേറെ ഉണ്ടോ? ഈ തട്ടിപ്പിലേക്ക് സ്വയം കൊണ്ട് തലവെച്ച് കൊടുക്കുകയാണ്. സ്വന്തം കുട്ടികളെ, ഈ ഇത്തരം 12-13 വയസ്സായ പെൺകുട്ടികളെ ഈ പറയുന്ന പോലെ ബാത്റൂമിൽ പോലും സൗകര്യം ഇല്ലാത്ത സ്ഥലത്തേക്ക് കയ്യിലെ കാശ് അങ്ങോട്ട് കൊടുത്ത് തള്ളിവിടുകയാണ്. എന്തിനാ? ഒരു ഗിന്നസ് ബുക്കിൽ കയറാമെന്ന്. ആര് അറിഞ്ഞു ഇവർ ഗിന്നസ് ബുക്കിൽ കയറുന്നു എന്നുള്ളത്? ഗിന്നസ് ബുക്കിൻ്റെ ആരാണ് അവിടെ വന്നത്? എന്താണ് ആ പരിപാടി അവർ അറേഞ്ച് ചെയ്ത്? എങ്ങനെയാണ് ഗിന്നസ് ബുക്ക് അസസ് ചെയ്ത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഭയങ്കര ഒരു തട്ടിപ്പ് പരിപാടിയിൽ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി ഇവർക്ക് തിരികെ പോകേണ്ടി വരും. അതാണ് അവിടെ ഈ ഔദ്യോഗികമായി അവരും അറിയിച്ചിട്ടുള്ളത്. എൻ്റെ രഞ്ജിത്തെ, അപ്പം അവർക്കറിയാം, ഈ പങ്കെടുത്ത എല്ലാവർക്കും അറിയാം ഇതൊരു നമ്മൾ കൊച്ചിക്കാരെ ഭാഷ പറഞ്ഞ ഉടായ്പ പരിപാടിയാണെന്നുള്ളത്, വെറും തട്ടിപ്പ് പരിപാടിയാണെന്നുള്ളത് പങ്കെടുത്ത എല്ലാവർക്കും അറിയാം. അവരുടെ മാതാപിതാക്കൾക്ക് അറിയാം, നൃത്താധ്യാപകർക്ക് അറിയാം. നൃത്താധ്യാപകരുടെ പ്രശ്നമുണ്ട്. നൃത്താധ്യാപകരെന്ന് വെച്ചാൽ ഈ അവർക്ക് കുറച്ചുകൂടെ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് എവിടെ പരിപാടി ഉണ്ടെങ്കിലും ഇവരെ കുട്ടികളെ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് പറയാം മറ്റേ സോ നൃത്തകലാധ്യാപിക മറ്റേ കുട്ടികളെ ഗിന്നസ് വേദിയിൽ പങ്കെടുപ്പിച്ചു ഇത്തരം കുട്ടികളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വീണ്ടും കുട്ടികൾ അതിനകത്തേക്ക് വരും. അപ്പോൾ ഈ നമ്മൾ വരുന്ന കുട്ടികൾക്ക് എപ്പോഴും വെന്യൂസ് വലിയൊരു ഇതാണ്. നമ്മളിപ്പോൾ ഒരു ഡാൻസ് കളിക്കുന്ന കുട്ടിയാണെങ്കിൽ അതിന് കൂടുതൽ വേദികൾ കിട്ടുക എന്നുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യമുള്ള കേസാണ്. അപ്പോൾ കൂടുതൽ വെന്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇത്തരം ഈ ടീച്ചർമാരുടെ അടുത്ത് പോയി ചേരും, പഠിക്കാൻ വരും. അപ്പോൾ അതുവഴി ഇതെല്ലാം ഈ പറഞ്ഞ മാതിരി മൊത്തം ഒരു ടോപ്പ് ടു ബോട്ടം, താഴെ മുതൽ അവസാനം വരെ ഈ കൊച്ചിക്കാരെ ഭാഷ പറഞ്ഞ ഉഡായിപ്പിൻ്റെ സെറ്റപ്പാണിത് മുഴുവൻ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പാവപ്പെട്ട ഈ മാതാപിതാക്കളും ഈ നൃത്താധ്യാപകരും ഈ കുടിക്ക് കൊണ്ട് തലവെച്ച് കൊടുത്തത്. അവന്മാരും മിടുക്കന്മാരായതുകൊണ്ട് ഈ കാശ് മുഴുവൻ അവന്മാർ അടിച്ചുകൊണ്ടുപോയി. നിങ്ങൾ ഈ ചീറ്റിങ്ങിന് കേസ് എടുക്കുമെന്ന് പറഞ്ഞല്ലോ, ഈ കേസൊന്നും ഒരിക്കലും കോടതി നിലനിൽക്കില്ല. കാരണം വെച്ചാൽ ഇവർ വോളണ്ടറി ആയിട്ട് കൊടുത്ത കേസ് പൈസയാണത്. നിങ്ങളെ ഇത് തട്ടിപ്പിടിച്ച് വാങ്ങിച്ചതല്ല. അതിനകത്ത് അയാൾ പറയുന്നുണ്ട് നമ്മൾ നേരത്തെല്ലാം നിങ്ങൾ പറഞ്ഞതല്ലേ. അപ്പോൾ മറ്റേ ആ ടീച്ചർ പറഞ്ഞു, ഞാൻ എന്തോ ഒരു സുഹൃത്തല്ല മൃദംഗാവിഷനായിട്ടാണ് നിങ്ങൾ എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയത്, ഇത് എല്ലാം നിങ്ങൾ നേരത്തെ ഇൻഫോം ചെയ്യുകയാണ്. പിന്നെ കേസിൻ്റെ പ്രസക്തി പോലും ഇല്ല ഇവിടെ. നിങ്ങൾക്ക് വെറുതെ കേസായിട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ആ കൊടുത്ത പൈസ പോയി, കുട്ടികൾ കഷ്ടപ്പെട്ടു. രണ്ടാമത്തെ കാര്യം, ഉമാ തോമസിൻ്റെ അപകടം. ഞാൻ എറണാകുളം നഗരത്തിൽ ജീവിക്കുന്ന ആളാണ്. എറണാകുളം നഗരത്തിൽ വെച്ചാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ചെറിയൊരു ക്രൗഡ് പോലും ഭയങ്കരമായിട്ടൊരു ജാം അവിടെ ഉണ്ടാക്കും. ഈ ഇവിടെ നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കണ്ട അങ്ങനെയാണ്. 30,000-ഓളം ആളുകൾക്ക് 50 പോലീസുകാർ, 50 പോലീസുകാർക്ക് മാത്രമേ ഇവർ പൈസ അടച്ചിട്ടുള്ളൂ. 50 പോലീസുകാർ എങ്ങനെയാണെന്ന് നോക്കണം. മിനിസ്റ്ററുണ്ട്, ADGP ഉണ്ട്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്. അപ്പോഴാണ് കേവലം 50 പോലീസുകാർ മാത്രമാണ് ആ ക്രൗഡിനെ മാനേജ് ചെയ്യാനുള്ളത്. ഈ 50 പോലീസുകാർക്ക് ഒരിക്കലും 30,000 വരുന്ന ക്രൗഡിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവർ പറയുന്നത് ഇവരുടെ സുരക്ഷ, സ്വകാര്യ സുരക്ഷ ഇതുണ്ടെന്നുള്ളതാണ്. ഈ സ്വകാര്യ സുരക്ഷാ ഏജൻസികൾക്ക് ക്രൗഡിനെ മാനേജ് ചെയ്യാനുള്ള യാതൊരു കോമ്പിറ്റൻസി ഇല്ല. അവർക്ക് അതിൻ്റെ യാതൊരു പരിശീലനം കിട്ടിയിട്ടില്ല. പോലീസിനും ഫയർഫോഴ്സിനും അടക്കമുള്ള ഫോഴ്സിന് മാത്രമേ ക്രൗഡ് മാനേജ്മെൻറ്റിലുള്ള കപ്പാസിറ്റി ഉള്ളൂ, അതിനുള്ള പരിശീലനം കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അവിടെ പോലീസ് വേണ്ടായിരുന്നു. തികഞ്ഞ അനാസ്ഥ കാര്യത്തിലുണ്ടായി. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, GCDA ഈ പോലീസിൻ്റെയും ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെയും കോർപ്പറേഷൻ്റെയും ക്ലിയറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്റ്റേഡിയം ഇവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ കുറത്ത പേരെന്താ പറഞ്ഞത്, നിങ്ങളെല്ലാം ഇതിൻ്റെ ക്ലിയറൻസ് വാങ്ങിച്ചോളണം എന്നാണ് പറഞ്ഞത്. ആ സമയം ക്ലിയറൻസ് വാങ്ങിച്ചായിട്ട് പിന്നെ GCDAക്ക് അറിയാം ഒരു ക്ലിയറൻസ് വാങ്ങിച്ചു. ഇവർ ആരെയും ക്ലിയറൻസ് വാങ്ങിച്ചില്ല. ആകെ 50 പോലീസുകാർക്കുള്ള പണം അടച്ചു, 30,000 പേര് കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ പിന്നെ മാത്രമല്ല, നിങ്ങൾ ആ സ്റ്റേഡിയത്തിൽ പോയി അറിയാം. ഞാനൊക്കെ ഈ സ്റ്റേഡിയം ഉണ്ടായ കാലം അവിടെ പോണതാണ്. ആ പ്ലാസ്റ്റിക് കസേരയുടെ ഷെയറിൻ്റെ മുകളിലാണ് ഈ സാധനം വെച്ച് കെട്ടിയേക്കണത്. പ്ലാസ്റ്റിക് ഷെയറിൻ്റെ അതിൻ്റെ കാല് നിലത്ത് ഉറപ്പിച്ചിട്ട് പോലുമില്ല. എന്തോ രണ്ടോ ഈ മറ്റേ സിമെൻറ്റ് സ്റ്റീയുടെ മുകളിലാണ് ഈ കമ്പി ഉറപ്പിച്ചിട്ടാണ് ഈ വെന്യൂ ഉണ്ടാക്കിയേക്കണത്, ഈ സ്റ്റേജ് ഉണ്ടാക്കിയേക്കണത്. അത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ സജി ചെറിയാനും ADGP ഒക്കെ തലയെഴുത്തിൻ്റെ ഗുണം കൊണ്ട് രക്ഷപ്പെട്ടത്. കുറച്ചുകൂടെ ക്രൗഡ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ സാധനം ഇടിച്ചു കൊണ്ട് നിലത്തേക്ക് കൊണ്ടുതന്നെ. യാതൊരു ക്രൗഡ് മാനേജ്മെൻറ്റോ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളോ അവിടെ ഇവർ ഏർപ്പെടുത്തില്ല. അത് പരിശോധിക്കാനുള്ള ഒരു അതോറിറ്റി ഉണ്ടായില്ല അവിടെ. പോലീസ് പരിശോധിച്ചില്ല, GCDA പരിശോധിച്ചില്ല, കോർപ്പറേഷൻ പരിശോധിച്ചില്ല, ആരും പരിശോധിക്കാനുണ്ടായില്ല. കുറച്ച് ആളുകൾക്ക് എന്ത് തോന്നിയ വാസം ഈ നഗരത്തിൽ കാണിക്കാമെന്നുള്ളതാണ് ഇതിന് വ്യക്തമാകുന്നത്. ഈ നഗരത്തിൽ നിങ്ങൾ നോക്കി, ഒന്നാമത് പോലീസിൻ്റെ ഒരു കെടുകാര്യസ്ഥ ഈ നഗരത്തിൽ നല്ലവണ്ണം ഉണ്ട് കേട്ടോ. കാരണം ഈ രാത്രിയൊക്കെ പോയി കഴിഞ്ഞാൽ പണ്ടൊക്കെ ഈ എവിടെയെങ്കിലും ഏതെങ്കിലും കോർണറിൽ 2 പോലീസുണ്ടാവും രാത്രി കാലങ്ങളിൽ. ഇപ്പോൾ കൊച്ചി നഗരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ട്രാഫിക് പോലീസുകാരനല്ലാതെ മറ്റൊരു പോലീസ് വണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഒരു സ്ഥലത്തും. ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന കൊച്ചി നഗരത്തിൽ ഈ രാത്രി കാലങ്ങളിൽ പ്രധാന ജംഗ്ഷനുകളിൽ പോലും ഒരു പോലീസ് വണ്ടിയോ ഒരു പോലീസുകാരനും ഇല്ല. കാരണം ജനങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം പകരുന്ന ഒരു ആക്ടിവിറ്റിയും ഈ നഗരത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മകൾ ഇതിൽ പങ്കെടുത്തിരുന്നു.
ബിജി ഹിലാൽ ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ വിഷയങ്ങളിൽ ആശങ്ക ആദ്യം തന്നെ പ്രകടിപ്പിച്ച ആളുകളാണ്. ബിജി ഹിലാൽ, ഇവിടെ താങ്കൾ ഈ വിഷയത്തിൽ പരാതിയുമായി വന്നു, പരസ്യമായി സംസാരിക്കാൻ തയ്യാറായി. പക്ഷേ ഈ പങ്കെടുത്ത പല രക്ഷിതാക്കളും ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടവരുണ്ട്, പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ട്. ഈ കുട്ടികളെ പങ്കെടുപ്പിച്ച് അതിനുശേഷം അവർക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മനസ്സിലായവരുണ്ട്. പക്ഷേ അവരാരും പബ്ലിക്കായിട്ട് മുന്നോട്ട് വരുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കാം? രഞ്ജിത്തെ, ഞാന് നേരിൽ എത്താമെന്ന് പറഞ്ഞെങ്കിലും പ്രതീക്ഷമായിട്ട് യാത്രയുടെ ഇടയിൽ 1-2 സ്ഥലങ്ങളിൽ ഭയങ്കരമായ ബ്ലോക്ക് ഉണ്ടായതുകൊണ്ടാണ്, ക്ഷമിക്കണം. നമ്മളിപ്പം എനിക്ക് മുമ്പ് ചർച്ച ചെയ്ത് അദ്ദേഹം പറഞ്ഞത്, നമ്മൾ എവിടെയെങ്കിലും കുട്ടികൾക്ക് ഒരു അവസരം കിട്ടുമ്പോൾ ഓടിച്ചെല്ലുന്നു എന്ന് പറയുന്നതിനെ ഒന്ന് ഇതാക്കാം. അതായത് ഈ നമ്മൾ പറഞ്ഞ ഈ നൃത്താധ്യാപകരെന്ന് പറയുന്നവരാലും ചതിക്കപ്പെട്ടു പോയി കുട്ടികൾ. 2 തരത്തിലാണ് ചതി. ഒന്ന് മൃദംഗ വിഷൻ, ഒന്ന് നൃത്താധ്യാപകര്. ഈ നൃത്താധ്യാപകർക്ക് കൃത്യമായി പറഞ്ഞൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു, അത് അവർക്ക് കിട്ടിയിട്ടില്ല. നിലവിൽ കിട്ടിയിട്ടില്ല എങ്കിൽ പോലും അത് അവര് മറിച്ചു വെച്ചുകൊണ്ട് അവരുടെ മാസങ്ങളായുള്ള ഫീസ് വാങ്ങി ഇത് മാത്രമാണ് അവർ പഠിപ്പിച്ചത്. 6-7 മാസമോ 1 വർഷമോ ആയിക്കോട്ടെ, ഒരു കുട്ടിയെ ഫീസ് വാങ്ങി അവർ ഈ മൃദംഗനാദത്തിന്റെ ഇത് തന്നെയാ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവർക്ക് 2 ബെനിഫിറ്റ് ആയി. ഒന്ന്, ഒരു കുട്ടിയുടെ ഈ 1000 രൂപ വെച്ച് 900 രൂപ വെച്ചും കിട്ടി, അവരുടെ മാസം കണക്കിനുള്ള ഫീസും ഇത് പഠിപ്പിച്ച് അങ്ങനെ പോയി. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്, നമ്മളോട് ആദ്യം പറയുന്നത്, നമ്മൾക്ക് നിലവിൽ തമിഴ്നാടിന്റെ റെക്കോർഡ് നമ്മൾ കേരളം ഇതിൽ പ്രസന്റ് ചെയ്യുന്നു. നമ്മൾ അതിൽ തമിഴ്നാട് 10,176 കുട്ടികളെയാണ്, അതൊക്കെ ഞാൻ പിന്നീട് മനസ്സിലാക്കിയതാണ്, പങ്കെടുപ്പിച്ചത്. നമ്മൾ 12,000 കുട്ടികളെ പങ്കെടുപ്പിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾ നോക്കൂ, തമിഴ്നാടിന്റെ റെക്കോർഡ് തമിഴ്നാട് ടൂറിസം ഡിപ്പാർട്ട്മെന്റിനാണ്, അല്ലാതെ തമിഴ്നാട് ഇതുപോലെ ഒരു പ്രൈവറ്റ് ഏജൻസി അല്ല നേടിയെടുത്തത്. തമിഴ്നാടിന്റെ റെക്കോർഡ് ഗവൺമെന്റിന്റെ റെക്കോർഡാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടിയുടെ തല കാണില്ല അല്ലെങ്കിൽ മുഖം കാണില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വിട്ടത്. പിന്നെ എനിക്കത് വിടാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നോക്കൂ, ഇന്നത്തെ കുട്ടികൾ ഫോണിനും മയക്കുമരുന്നിനും മറ്റ് കാര്യങ്ങളിലും എല്ലാം അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കലയെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുട്ടികൾ മുഴുകട്ടെ എന്നൊരു പഠനത്തിന്റെ സ്ട്രെസ്സിൽ നിന്നും എല്ലാം അവർക്കൊരു ഇടവേള ഇതിലൂടെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പിന്നെ എന്റെ കുട്ടിയെ അവിടെ പ്രൊജക്ട് ചെയ്യില്ല എന്ന് എനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. പൈസ കൊടുക്കുമ്പോൾ നമ്മൾ ധരിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് ഗിന്നസിന്റെ സർട്ടിഫിക്കറ്റിന്റെ പാർട്ടിസിപ്പേഷൻ കിട്ടി. ഇതിലൊക്കെ ഉപരി കുട്ടിയുടെ ഒരു മാനസിക അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നമ്മളും ഒക്കെ ആ പ്രായത്തിൽ ഒരുപാട് കലാപരമായ കാര്യങ്ങളിൽ പോയവരാണ്. അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ട് തലവെച്ചു കൊടുത്ത ഒരു തട്ടിപ്പിന് കൂട്ടുനിന്ന ഒരു മാതാവല്ല ഒരിക്കലും ഞാൻ. 2, കലൂർ സ്റ്റേഡിയത്തിൽ എനിക്ക് കടമുറികൾ ഉള്ളത് കൊണ്ടും കലൂർ സ്റ്റേഡിയത്തിന്റെ ഈ പിച്ച് എന്ന് പറയുന്നിടത്ത് പല പ്രാവശ്യം കയറി ഇറങ്ങുകയും ചെയ്ത ആളെന്ന നിലയിൽ എനിക്ക് എറണാകുളമല്ലേ, നമുക്ക് ഒന്നുമില്ലെങ്കിലും പോയി വിളിക്കാമല്ലോ, ഈവൻ അവിടെ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റി ആണെങ്കിലും നമുക്കറിയുന്നവരായിരിക്കാം, ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് എന്റെ കുട്ടിയെ വിട്ടത്. അപ്പൊ ഇവിടെ നമ്മൾ കേവലം 3,500 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു FIR ഇടിച്ച ആളല്ല ഞാൻ. എന്നെ അങ്ങനെ കരുതുകയേ വേണ്ട. കേവലം എന്റെ കയ്യിൽ നിന്ന് ഒരു 3,500 രൂപ പോയി, അതിൽ പരാതിപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ കരുതണ്ട. ഏതെങ്കിലും ഒക്കെ തരത്തിൽ ഇവർക്കെതിരെ ഒരു പരാതി പോലും ഇല്ലാതായാൽ പിന്നെ നമ്മളൊക്കെ ആരാണ്? എന്താണ് സാമൂഹ്യ പ്രതിബദ്ധത നമുക്കുള്ളത്? നിങ്ങൾ നോക്കൂ, ദിവ്യ ഉണ്ണി സ്ഥലം വിട്ടു. ദിവ്യ തമിഴ്നാട് വഴി പോയിട്ടുണ്ടോ? ഏത് വഴി പോയി എന്ന് നമുക്കറിയുവോ? ദിവ്യ ഉണ്ണി കേരളത്തിൽ നിന്നും പോയി. ഇനി തിങ്കളാഴ്ച രാവിലെ, ഈ സംഭവം ഞായറാഴ്ച നടക്കുന്നു, തിങ്കളാഴ്ച രാവിലെ ഏകദേശം 7 മണിക്ക് ആദ്യം മാതൃഭൂമിയിൽ ഞാൻ ഇതൊരു തട്ടിപ്പാണോ എന്നുള്ള സംശയത്തിന്റെ വോയിസ് പറയുന്നു, ഓഡിയോ കൊടുക്കുന്നു. 10 മണിയോടുകൂടി ഞാൻ സ്റ്റേഡിയത്തിൽ വരുന്നു. എല്ലാ ചാനലുകളും എന്റെ പ്രതികരണം എടുക്കുന്നു, അത് വ്യാപകമായി പ്രചരിക്കുന്നു. പോലീസ് എന്നെ സുവോമോട്ടോ പ്രകാരം പോലീസിന് എന്നെ വിളിച്ചു വരുത്തി കേസെടുക്കുകയോ മൊഴിയെടുക്കുകയോ ചെയ്യാമായിരുന്നു. അവരതിന് തുനിഞ്ഞില്ല. ആ തിങ്കൾ ദിവസം അങ്ങനെ മുഴം പോയി. ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ് എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് CI വിളിച്ചിട്ട്, മാഡം മൊഴി തരാമോ എന്ന് ചോദിക്കുന്നേ. ഞാൻ പറഞ്ഞു, ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ തിരിച്ചു വിളിക്കാം എന്ന്. 1-2 പേര് എനിക്ക് പരിചയമുള്ളവരുടെ കൺസെന്റ് എടുത്തിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു. സാറേ, ഞാൻ മൊഴി തരാം. അപ്പൊ തന്നെ ഒരു പോലീസിനെ വിട്ടൊന്നും എന്റെ മൊഴി എടുപ്പിച്ചില്ല അവര്. പതിയെ വന്നാ മതി. അതാണ് ആ ഒരു നിഷ്ക്രിയത്വം ഈ സ്റ്റേഡിയത്തിലും ഒപ്പം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടും തുടക്കം മുതൽ തന്നെ നമ്മുടെ സംവിധാനങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ അപകടം അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അരുൺ ദേവ് കൂടി ഉണ്ട്. അരുൺ ദേവ് ആദ്യം തന്നെ ഈ പരിപാടിക്കെതിരെ, ഈ പരിപാടിയുടെ തട്ടിപ്പ് മനസ്സിലാക്കി ഇതിന്റെ കേസുമായി ബന്ധപ്പെടുകയും മുന്നോട്ട് പോവുകയും മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുകയും ഒക്കെ ചെയ്ത ആളാണ്. ഇതിന് മുൻപും പല വിഷയങ്ങളിൽ അരുൺ ദേവ് ഇത്തരത്തിൽ പരാതികളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നിരാശയാണ് ഫലം. ഇതൊക്കെ വെറുതെ അവഗണിച്ചു പോയി. അതിന്റെ തിക്തഫലങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. കുറേ കുട്ടികളും രക്ഷിതാക്കളും കുറേ അധ്യാപികമാരും നമ്മുടെ MLA യും അടക്കം
അരുൺ ദേവ്, എന്തായിരുന്നു അനുഭവം ഈ പരാതിയുമായി പോയപ്പോൾ? അല്ല, ഈ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് എനിക്ക് ആദ്യം ഞാൻ ഇപ്പം മുമ്പ് നിങ്ങളുടെ അടുത്ത് ചാനലിൽ തന്നെ പറഞ്ഞിട്ടുള്ള പോലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഇതിൽ ഇവരെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് അവിടുന്ന് മോശമായ സമീപനം ഉണ്ടാകുന്ന സമയത്താണ് ഞാൻ ഇതിൽ ആദ്യം അന്വേഷിച്ച് പോകുന്നത്. അപ്പോൾ ഈ അന്വേഷണം തുടങ്ങി. പിന്നെ ഈ ഷമീർ എന്ന് പറഞ്ഞപ്പോൾ മുമ്പ് ടീച്ചർ പറഞ്ഞ പോലെ ഷമീർ എന്ന് പറഞ്ഞ ഈ പുള്ളി എന്നെ വിളിക്കുന്നു, ഈ ആളെ പങ്കെടുപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നു. എന്നാൽ ആ പങ്കെടുപ്പിക്കാമെന്ന് പറഞ്ഞതിന് ശേഷമുള്ള പല കാര്യങ്ങളിലും എനിക്ക് പിന്നെ ദുരൂഹത ഫീൽ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ എനിക്കറിയാവുന്ന രീതിയിലുള്ള ആളുകളുമായി സംസാരിച്ച് ഒരു അന്വേഷണം നടത്തുന്നു. അതിൽ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ 25-ാം തീയതി ഞാനൊരു പരാതി, പിന്നെ ആദ്യം ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പോൾ പ്ലേസ്, ഈ ഇൻസിഡന്റ് നടക്കുന്ന പ്ലേസ് ഇവിടെ അല്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഒഴിവാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പാലാരിവട്ടം സ്റ്റേഷനിലേക്ക് കോൺടാക്ട് ചെയ്യേണ്ടി വന്നു. ഞാൻ പരാതി ഇമെയിൽ മുഖാന്തരം സമർപ്പിച്ചു. ഈ ലഭിച്ച പരാതിയിൽ അന്വേഷണം നടത്താനോ അല്ലെങ്കിൽ ആ പരാതിയുടെ കാര്യങ്ങൾ നോക്കാനോ ഇവർ തയ്യാറായില്ല. ഇപ്പം തൊട്ട് മുമ്പ് സംസാരിച്ച ഈ പങ്കെടുത്ത കുട്ടികളുടെ രക്ഷിതാവ് പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ CI സ്ഥലത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ആലോചിക്കണം, ഒരു അടിയന്തരമായിട്ട് നടപടിയെടുക്കേണ്ട ഒരു വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ളൊരു കാര്യം വരുമ്പോൾ CI സ്ഥലത്തില്ല എന്ന് പറഞ്ഞൊഴിയുന്ന പോലീസിന്റെ ഇത്തരം നിലപാട് തീർത്തും അത് വളരെ മോശം എന്നേ പറയാൻ പറ്റൂ. ഇതിനു മുമ്പും ഇപ്പൊ സൂചിപ്പിച്ച പോലെ തന്നെ സെയിം രീതിയിലുള്ള അവസ്ഥ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും നമ്മൾ പരാതി കൊടുക്കുക, പരാതി കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള അപ്ഡേറ്റും ഇല്ല. അപ്പൊ എന്നെ ഇതേ വ്യക്തി, ഈ ഷമീർ എന്ന് പറഞ്ഞ വ്യക്തി ആദ്യം വിളിക്കുന്നു. അതിനുശേഷം ഷമീറിന്റെ അടുത്ത് തന്നെ ഞാൻ ഈ പ്രശ്നം ഉന്നയിക്കുന്നു, ഇങ്ങനെ വ്യത്യസ്ത പേയ്മെന്റ് എന്നുള്ള കാര്യം പറയുന്നു. പിന്നെ യാതൊരു വിധവും ഇല്ല. പിന്നീട് ഞാൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത ശേഷം ഒരു 6-7 തവണ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ കോൺടാക്ട് ചെയ്യാം. എന്റെ പരാതി കിട്ടിയിട്ടുണ്ടോ, എന്താണ് ഇതിന്റെ നിങ്ങൾക്കിത് രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ്, ബാക്കി കാര്യങ്ങൾ ചോദിച്ച് ഞാൻ വിളിക്കുക. ഓരോ തവണ വിളിക്കുമ്പോഴും ഓരോരോ മുടന്ന ന്യായങ്ങൾ അവരെന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം ഇവർ പറഞ്ഞു CI സ്ഥലത്തില്ല, പിന്നെ മറ്റൊരു പ്രശ്നം പറഞ്ഞു, പിന്നെ ഇത് സമയമെടുക്കും, നിങ്ങൾ 30-ാം തീയതി വിളിക്കി. അപ്പൊ 29-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിനെതിരെ കൊടുത്ത പരാതി 30-ാം തീയതി നിങ്ങൾ വിളിക്കുക എന്ന് പറയുന്നതിലൂടെ പോലീസ് ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നീതി കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പാവുന്നു. ഞാൻ മറ്റുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിക്കുന്നു, ഇതിന്റെ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് GST ഡിപ്പാർട്ട്മെന്റിനെ കോൺടാക്ട് ചെയ്ത് അവരെ കാര്യം ധരിപ്പിക്കുന്നു. പക്ഷെ ഇതിലൊന്നും പ്രോപ്പറായിട്ടുള്ള ഒരു മറുപടി കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഇവര് പറഞ്ഞു GST കളക്ട് ചെയ്തു. GST കളക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇവരുടെ ബില്ല് കൊടുത്തതുണ്ടോ, ഏതാണ് ഇവരുടെ GST നമ്പർ, ഇതിന്റെ കാര്യങ്ങളുണ്ടോ? ഒരു പ്രോപ്പറായിട്ട് ബില്ല് കൊടുക്കണ്ടേ? ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്യുമ്പോൾ അതിന്റെ ബില്ല് ആ കസ്റ്റമർക്ക് കൊടുക്കാനുള്ള ബാധ്യത ഇല്ലേ? എന്തുകൊണ്ടാണ് ഇവരൊരു പ്രോപ്പർ ബില്ല് കൊടുക്കാത്തത്? ഒരാൾക്കും ബില്ല് കൊടുത്തിട്ടില്ല. ഞാൻ ഒരുപാട് പേരെ ഞാൻ കോൺടാക്ട് ചെയ്ത് അന്വേഷിച്ചു. എന്റെ ഒരു കസിൻ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്, അവർക്കും ബില്ല് കിട്ടിയിട്ടില്ല. ഞാൻ അറിയുന്ന എനിക്ക് എന്റെ സുഹൃത്തുക്കൾ പങ്കെടുത്തവരുണ്ട്, അവർക്കും ഇതേ അവസ്ഥയാണ്. അപ്പൊ പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ പറയേണ്ട ഈ ടീച്ചർമാരുടെ കാര്യം. ഇതിൽ ടീച്ചർമാരെയും നമുക്ക് കുറ്റപ്പെടുത്താതിരിക്കാൻ കഴിയൂല. കാരണം ഇവര് ഒന്ന് പറഞ്ഞപ്പോൾ ഇവരിപ്പോ ഇന്നലെ വന്നിട്ട് പറയുന്ന കണ്ടു, മൃദംഗനാഥം എന്ന് പറയുന്നത് ഒരു തുറന്ന പുസ്തകമാണ്. അപ്പൊ ഈ പുസ്തകം, ഒന്നാമത്തെ കാര്യം, ഇവർ ഈ പുസ്തകം തുറക്കുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ്. ഈ പ്രശ്നം നടന്ന് അവരുടെ എല്ലാ സൗകര്യവും കഴിഞ്ഞിട്ടാണ് ഇവർ ഈ പുസ്തകവും തുറന്നു പിടിച്ച് വരുന്നത്. അപ്പൊ ഈ പുസ്തകം തുറന്നു പിടിച്ച് ഇവർ പറയുന്നു ഞങ്ങൾക്ക് 3.50 എങ്ങാണ്ട് കിട്ടി, അതിൽ 3.10 ചെലവായി. ഈ 3.10 എങ്ങനെ ചെലവായി എന്നുള്ളതിന്റെ കണക്കില്ല, നമ്മളടുത്ത് പറയേണ്ട കണക്കല്ല. എങ്കിലും ഒരു കാര്യത്തിൽ അവരൊരു വ്യക്തത ഒരു മറുപടി പറയുന്ന സമയത്ത് അതിലൊരു വ്യക്തത വരുത്താനുള്ള ഉത്തരവാദിത്തം അവർക്കില്ലേ? അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം അവർക്കൊരു വ്യക്തത ഇല്ല. പിന്നീട് ഇത് എങ്ങനെ, ഇതിന്റെ ബാക്കി കാര്യങ്ങൾ, ഇതിന്റെ സേഫ്റ്റി, അവർ പറയുന്നു യാതൊരു വിധത്തിലുള്ള സുരക്ഷാ വീഴ്ചയും ഇല്ല. ഇത് മന്ത്രി ആവർത്തിക്കുകയാണ്. അപ്പൊ ഒരു സർക്കാരിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ആരോപണത്തിനെതിരെ ഇങ്ങനെ ഒരു മറുപടി പറയുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ, ഒട്ടുമിക്ക ആളുകൾക്കിടയിലേക്കും സംശയം ജനിപ്പിക്കും. അപ്പം മന്ത്രി അത്തരത്തിലുള്ള ഒരു ഇത് പറയുന്നതിലൂടെ ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടതാണ്. ഇത്രയും ദിവസമായിട്ടും ഇതിനെതിരെ ഒട്ടുമിക്ക ആളുകളും പ്രതികരണമായിട്ട് വന്നിട്ടില്ല, പ്രതികരിക്കേണ്ട ആളുകൾ. ഞാനിപ്പോ അടുത്ത് എനിക്കറിയാവുന്ന ഒരാളെ കഴിഞ്ഞ ദിവസം ഞാൻ കോൺടാക്ട് ചെയ്തു, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമോ, എന്താണ്? അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളോട് ടീച്ചർ ഇപ്പോഴും പറയുന്നു ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ യാതൊരു പ്രയോജനമില്ല. അവരുടെ ഒരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളാണ്. അവരുടെ 7-8 മാസം സമയനഷ്ടം, എത്ര സമയം എടുത്താണ് ഈ ഡാൻസ് തന്നെ പലരും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഒരു വലിയ തട്ടിപ്പാവുകയാണ്. നമുക്ക് ഇതിന് ഈ പറഞ്ഞ പോലെ നേരത്തെ ശ്രീകുമാർ മൈനിലൊക്കെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു പാഠമാകേണ്ടത് കൂടിയാണ്. ഇങ്ങനെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ചാടിക്കയറി കുഞ്ഞുങ്ങളെ ഇതിനു വേണ്ടി ഇറക്കാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അവധാനതയോടുകൂടി ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണുക എന്നുള്ളതും.
ഇതുകൊണ്ടൊന്നും മലയാളി പഠിക്കുന്നില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഇതിവിടെ അവസാനിക്കുന്നൊന്നുമല്ല, മറ്റൊരു തട്ടിപ്പുമായി വീണ്ടും വേറെ ആരെങ്കിലും വരും. നോക്കൂ, എനിക്ക് ദിവ്യ ഉണ്ണിയോടാണ് ചോദിക്കുന്നത്. ഒരു മൈതാനത്തിൻ്റെ 3/4 ദിവ്യ ഉണ്ണിക്ക് മാത്രം, ബാക്കി 12,499 പേർക്ക് 1/4 ഭാഗവും ഒന്ന് കൈവീശി നൃത്തം ചെയ്യണ്ടേ അവർക്ക്? എന്തൊരു ദിവ്യക്ക് തന്നെ ലജ്ജ തോന്നുന്നില്ല. എൻ്റെ അപ്പോൾ ഈ ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നത് ദിവ്യ ഉണ്ണിക്ക് മാത്രമായിരിക്കും അല്ലേ? മറ്റവർക്കൊക്കെ മൃദംഗധ്വനിയാണ്. അതൊരു കമ്പനി കൊടുത്ത് ഞാനും കൊടുക്കാൻ വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ്, 1 രൂപയുടെ സർട്ടിഫിക്കറ്റ് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഇവർ 1 കൊല്ലമായിട്ട് പ്രയത്നിച്ചത്. ഇതിൻ്റെ പിന്നിൽ വലിയൊരു തട്ടിപ്പുണ്ട്. ഞാൻ പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തെങ്കിൽ ഈ പൈസ തിരിച്ചു കൊടുക്കണം. ഉമാ തോമസ് എന്ന് പറയുന്ന മാഡത്തിന് കോമ്പൻസേഷൻ കൊടുക്കണം. അവർക്കിനി കുറേ വർഷത്തേക്ക് ഒന്നും പുറത്തു പോലും ഇറങ്ങാൻ പറ്റില്ല. അവർക്ക് തക്കതായ പ്രതിഫലം ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങി കൊടുക്കുക. പ്രതിഫലം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവരുടെ ചികിത്സാ ചെലവ് ഉൾപ്പെടെ ഈ സംഘടന വഹിക്കണം. ബാക്കി പൈസ സർക്കാരിലേക്ക് കെട്ടിയിട്ട് ഇവർക്ക് ആവശ്യപ്പെടുന്നവർക്ക്, ഇപ്പോൾ നേരത്തെ സുരഭി എന്ന് പറഞ്ഞൊരു ടീച്ചർ പറയുന്ന നാട്ടിൽ അവർക്ക് എത്രയോ രൂപ പോയി, അതൊക്കെ തിരിച്ചു കൊടുക്കട്ടെ. പണത്തിന് പണം തന്നെ വേണ്ടേ? അധ്വാനിച്ച പണമല്ലേ ഇത്? അങ്ങനെ അധ്വാനിക്കാതെ പെട്ടെന്ന് ഒരു ദിവസം പണം ഉണ്ടാക്കി കോടികൾ ഉണ്ടാക്കുന്നവരെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ ഈ കേസ് മാത്രം പേപ്പറിൽ പൈസ ഇവർക്കൊക്കെ തിരിച്ചു കൊടുക്കുക. പിന്നെ നോക്കൂ, നമ്മൾ ഈ സാരിയുടെ കണക്ക് പറയുന്നില്ലേ, ബ്ലൗസൊക്കെ അവരവരാണ് തച്ചിരിക്കുന്നത്. അതിനകത്ത് കോസ്റ്റ്യൂമിൻ്റെ അറ്റത്ത് ഇപ്പോൾ സാരി വാങ്ങിക്കുമ്പോൾ ബ്ലൗസിൻ്റെ തുണി കാണും, പക്ഷേ സ്റ്റിച്ചിങ് അറിയാമല്ലോ. ഒരു ബ്ലൗസ് തയ്ക്കാൻ ഇപ്പോൾ എത്ര രൂപയാണ് മേടിക്കുന്നതെന്ന്. അവരുടെ മേക്കപ്പിൻ്റെ ചിലവ് അവരാണ്, അവരുടെ ട്രാവൽ എക്സ്പെൻസ് അവരാണ്, ഫുഡ് അവരാണ്, റിഹേഴ്സൽ എക്സ്പെൻസ് അവരാണ്. അപ്പോൾ ഈ പറഞ്ഞ തുകയിലൊന്നും ഒരു പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹ്യൂജ് എമൗണ്ട്. എന്ത് മോഹിച്ചിട്ട് ഗിന്നസ് ബുക്കിൽ കയറി. പക്ഷേ ഇത് പ്രതീക്ഷിച്ചിട്ട് ആദ്യം ഒരു എമൗണ്ട് വാങ്ങിച്ചതിന് ശേഷം പിന്നെ പറയണം സർട്ടിഫിക്കറ്റ് തരുന്നത് ഞങ്ങളാണ്, ഗിന്നസ് അല്ലെന്ന്. ഗിന്നസ് അധികാരികൾക്ക് പരാതി പോയിട്ടുണ്ട്. ദയവ് ചെയ്ത് ഗിന്നസ് ബുക്കിന് ഒരു ഇമേജ് ഉണ്ട്, അത് കളയാതെ ഇത് ബാൻ ചെയ്യുക, ഇത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വേണ്ടാന്ന് വെക്കുക. ഇത് ഈ ഗിന്നസ് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഇതിൽ ഡാൻസേഴ്സ് ഇല്ല. നോക്ക്, ഡ്രസ്സ് ഇട്ടാൽ മാത്രം ഡാൻസ് ആവില്ല. നല്ല കളിക്കുന്നവരുണ്ട് കേട്ടോ, എല്ലാവരെയും അത് നമ്മൾ പറയുകയല്ല, കുട്ടികളെയും കുറ്റം പറയുക. ആരോ പറഞ്ഞ പോലെ പോപ്കോൺ വിൽക്കാൻ വന്നവനെ വരെ കളിപ്പിച്ചു എന്നുകൊണ്ടൊരു സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് കിടക്കുന്നു. കുടുംബശ്രീക്കാർ കളിക്കാൻ പോയിരുന്നു, കുറേ ദിവസമായിട്ട് കൊച്ചിയിൽ പല ഭാഗവും തൂത്തിട്ടില്ല എന്ന്. ഇത് തമാശയ്ക്കാണെങ്കിൽ പോലും എത്രത്തോളം സീരിയസ് ആയിട്ട് ജനം ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ ഇത് ഞാൻ പറഞ്ഞില്ല, കുസാറ്റിൽ സംഭവിച്ചതിന് ശേഷം ഇത് വീണ്ടും സംഭവിക്കുന്നത് നമുക്ക് നാണക്കേടാണ്. പ്രത്യേകിച്ച് പോലീസ് ഓഫീസേഴ്സ്, മന്ത്രി, MLA, VIPs ഇരുന്ന ഒരു വേദിയിൽ നമുക്കറിയാലോ, ഒരുവിധം ആരോഗ്യമുള്ള ഒരാൾ പ്ലാസ്റ്റിക് കസേരയിലിരിക്കുന്ന 2 കസേര ഇട്ടിട്ടാണ് അല്ലേ. ഇവിടെ കസേരയുടെ മുകളിൽ സ്റ്റേജ് കെട്ടുക എന്ന് പറയുന്നത് കണ്ടവരപ്പം പ്രതികരിക്കണ്ടേ? അപ്പോൾ ഇത് എല്ലാം സംഭവിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട മന്ത്രി ഉണ്ടായിരുന്നു, പോലീസ് മേധാവി ഉണ്ടായിരുന്നു, DGP ഉണ്ടായിരുന്നു. അവർക്കാർക്കും ഈ ആദ്യഘട്ടത്തിൽ ഈ പ്രശ്നം ആൾക്കാരുണ്ടായിരുന്നു. ശ്രീകുമാർ, അതാണ് ഈ പറഞ്ഞതുപോലെ ഈ പ്രതികരണം ആർക്ക് ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഈ വലിയ തട്ടിപ്പിനിരയായ ആളുകളും 1-2 പേരൊഴിച്ചാൽ, നമ്മൾ നേരത്തെ സംസാരിച്ച ശ്രീമതി ബിജി ഹിലാൽ അടക്കമുള്ള 1-2 പേരൊഴിച്ച, സുരഭിയൊക്കെ ഒഴിച്ചാൽ ബാക്കി ആരും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. അതിന് പലവിധ കാരണങ്ങളുണ്ടാകാം. ഇനിയും സംസാരിച്ച് നാണം കെടണ്ട, ഇങ്ങനെ തട്ടിപ്പിൽ പോയി പെട്ടെന്ന് എന്നുള്ളതാകാം. പക്ഷേ ഇങ്ങനെ പ്രതികരിക്കാതിരുന്നാൽ ഇത്തരം തട്ടിപ്പുകാർ ഇനി പല വേഷത്തിൽ, പല ഇതുപോലെയുള്ള കലയുടെ പല ഭാവത്തിൽ ഇവരെ സമീപിക്കും. ഈ തട്ടിപ്പുകൾ ഇനിയും കേരളത്തിൽ അരങ്ങേറുകയും ചെയ്യും. എന്നോടാണോ ശ്രീകുമാർ മനയിൽ? അല്ല, ഈ രഞ്ജിത്ത്, നമ്മൾ ഈ മദ്ദള വീക്ഷണം, മൃദംഗ വീക്ഷണം എന്തോ ആയിക്കോട്ടെ, അവന്മാർ നാളെ വേറൊരു പരിപാടിയായിട്ട് ഇറങ്ങുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവർ നാളെ ഇതുപോലൊരു തട്ടിപ്പ് പരിപാടിയായിട്ട് വീണ്ടും പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രതികരിക്കാൻ പോലും ആരും വന്നില്ല. ആകെ 2-3 പേര് പ്രതികരിക്കാനുണ്ടാവുള്ളൂ. കാരണം ഈ തട്ടിപ്പിൻ്റെ സ്വഭാവം അതാ. കാരണം നമ്മൾ ഈ ഒന്നാമത് പുറത്ത് പറയാനുള്ള നാണക്കേട്, പൈസ പോയതിൻ്റെ വിഷമം, കുട്ടികൾ ബുദ്ധിമുട്ട്, ഇതിൻ്റെ എല്ലാം ഈ 3500 5000 രൂപ പോട്ടെ, ഏതായാലും വലിയ കുഴപ്പമില്ല, കുട്ടികൾ തിരിച്ചു വന്നല്ലോ എന്നുള്ള സമാധാനത്തിൽ 99% പേര് ഇടിക്കും. ഇപ്പോൾ ഉമാ തോമസിന് ഈ ഒരു ദൗർഭാഗ്യകരമായ ആക്സിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ സംഭവം ഇങ്ങനെ പുറത്ത് വന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ നോക്കിയോ, ഇത് വിനു കരിയത്ത് പറഞ്ഞാൽ പിറ്റേ ദിവസം തിരുവാതിരക്കളിയോ മാർഗം കളിയോ കോലകളിയായിട്ട് ഉമാർ ഇറങ്ങിയേനെ. ഇത്തരം കാരണം ഇതൊരു പുതിയ നൂതനമായ തട്ടിപ്പ് മേഖലയായിരുന്നു യഥാർത്ഥത്തിൽ കേരളത്തിൽ. ഈ ഗിന്നസ് ബുക്കിൽ ഒരു സിനിമാ നടിയെ അല്ലെങ്കിൽ ഒരു ആക്ട്രസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഗിന്നസ് ബുക്കിൽ കയറാം എന്നുള്ളൊരു തട്ടിപ്പ് നടത്തുക എന്നുള്ളത് കേരളത്തിൽ. കാരണം നമ്മൾ ഒത്തിരി ആട് തേക്ക് മാഞ്ചിയ പോലെ അറിയാലോ, തട്ടിപ്പ് എപ്പോഴും നമ്മൾ ഈ നോവലായിരിക്കണം. നോവലായിട്ടുള്ള തട്ടിപ്പ് മാത്രമേ പെട്ടെന്ന് ആളുകൾ ആകർഷിക്കുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോൾ മണിച്ചേലിൽ ആൾ ചേർക്കാമെന്ന് പറയും ആരും വരില്ല. കാരണം ഈ തട്ടിപ്പിന്റെ കാലാവധി കഴിഞ്ഞു. കാലാവധി പുതിയ തട്ടിപ്പുകളിലാണ് പെട്ടെന്ന് ആളുകൾ വന്നു ചേരുള്ളൂ. കാണുന്നവർക്ക് തോന്നും തട്ടിപ്പിന്റെ ഒരു അംശം പോലും ഇല്ല എന്ന് തോന്നും. ഇതിനെ കുറച്ചുകൂടി ഈ പറഞ്ഞതുപോലെ കലയുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തുമ്പോൾ ആളുകൾക്ക് താല്പര്യം തോന്നും. ഈ പറഞ്ഞതുപോലെ തട്ടിപ്പിന്റെ അംശം പോലും ഇല്ല എന്നുള്ള കേവല സംശയമാണ് പലരും. കഴിയുമ്പോൾ മനസ്സിലാകും.
ബേസിക് സംഭവം അതാ. നമുക്ക് ഒറ്റ ഓട്ടത്തിൽ ഇതിനകത്ത് തട്ടിപ്പേ ഇല്ല. കാരണം എന്താ, കുട്ടികൾ പൈസ കൊടുത്തു, ഡാൻസ് കളിച്ച് പോകുന്നു, അവർക്ക് ഗിന്നസ് ബുക്ക് കയറിയ പരിപാടിയുടെ ഭാഗത്ത് ജീവിതകാലം മുഴുവൻ അവർ എത്ര കാലം ജീവിച്ചിരിക്കുന്നോ അത്രയും കാലം അവർക്ക് ആവശ്യം. കാരണം ദിവ്യാവിനോടൊപ്പം ഡാൻസ് കളിച്ചു, ഞങ്ങൾ ഗിന്നസ് ബുക്കിൽ കയറി എന്നുള്ളത് ഇത് ശരിയാണ്. കാരണം ഇങ്ങനെ ഇവൻ്റെ അവിടെ നടന്നു, ആ നടന്നതിന് നമ്മൾ എത്ര കൊടുത്തു? 3500 രൂപ അല്ലെങ്കിൽ 4000 രൂപ, 5000 രൂപ. ശരി, 5000 രൂപ പോയാലെന്താ? ദിവ്യാവിനോടൊപ്പം ഡാൻസ് കളിച്ചില്ലേ, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ, ഗിന്നസ് പരിപാടി. ഈ ഒരു ചെറിയ നമ്മുടെ സാറ്റിസ്ഫാക്ഷനെ ഇവർ മുതലെടുക്കും. ഇതാണ് പുതിയ തട്ടിപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത്. ചെറിയ സംതൃപ്തികളും ചെറിയ സാറ്റിസ്ഫാക്ഷൻ. 3500 രൂപ അത്ര വലിയ തുകയിലുള്ള ഒരു കാലത്ത്. അപ്പോൾ അപ്പോൾ അത് മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വലിയൊരു ഇവൻറ്റിൻ്റെ ഭാഗമാകാം. നമുക്ക് എവിടെയും പറഞ്ഞുകൊണ്ട് കിടക്കാം. പിന്നെ ഈ പറഞ്ഞ മാതിരി അതൊരു ജീവിതകാലം മുഴുവൻ ആ കുട്ടിക്ക് നമ്മൾ ഡാൻസൊക്കെ നിർത്തിയാൽ ആ കുട്ടിക്ക് ജീവിതകാലം മുഴുവൻ ആലോചിക്കാൻ അല്ലെങ്കിൽ അഭിമാനിക്കാനൊരു ഇതായി. ഈ ചെറിയ നമ്മുടെ സാറ്റിസ്ഫാക്ഷനെയും നമ്മുടെ വൈകാരികമായ കാര്യങ്ങളെയും ചൂഷണം ചെയ്ത് ഭീകരമായ രീതിയിൽ പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് ഇനി വരാൻ പോകുന്ന തട്ടിപ്പുകളെല്ലാം അങ്ങനെ തന്നെയാണ്. ഈ നിങ്ങൾ ഇതൊരു പുതിയ ഇതായിട്ട് എടുക്കേണ്ട. വരാൻ പോകുന്ന തട്ടിപ്പുകളെല്ലാം നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചെറിയ സാധാരണ മനുഷ്യൻ്റെ ചെറിയ സാറ്റിസ്ഫാക്ഷനുകളെ ചൂഷണം ചെയ്തായിരിക്കും ഈ നാട്ടിൽ വരാൻ പോകുന്ന വലിയ തട്ടിപ്പുകളെല്ലാം അരങ്ങേറുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കൂ. പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, സുരക്ഷാ വീഴ്ച, ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ്. അതിനകത്ത് പോലീസിനും GCDAയ്ക്കും കോർപ്പറേഷനും കൃത്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. മന്ത്രിയും ADGPയും സിറ്റി കമ്മീഷണറും ഉള്ള വേദിയിലാണ് ഈ അപകടമുണ്ടായത്. മന്ത്രിയുടെ ഗൺമാൻ പറഞ്ഞു, മന്ത്രി എന്ന് പറയും, എൻ്റെ ഗൺമാൻ പറഞ്ഞു ആ വേദിക്ക് ഒട്ടും സുരക്ഷയില്ലാന്ന്. ഒരു പോലീസുകാരന് മനസ്സിലായ കാര്യം ADGPക്കും DIG IG റാങ്കിലുള്ള കമ്മീഷണർക്ക് മനസ്സിലായില്ല. പിന്നെ ഈ സിവിൽ സർവീസിനെ കുറിച്ചൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും. ഇത്തരം കാര്യങ്ങൾക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ ഈ വേദിയിലെത്തിയ ആളുകളെങ്കിലും നേരത്തെ കാലേക്കൂട്ടി ഈ പ്രശ്നം മനസ്സിലാക്കേണ്ടതായിരുന്നു. 10-12 അടി താഴ്ചയിലേക്കാണ് ഒരു ജനപ്രതിനിധി വീണത്. അവർ ശാരീരികമായി അവർക്കുണ്ടായ പ്രശ്നങ്ങൾ നേരത്തെ വിനൂകിരുത്ത് പറഞ്ഞതുപോലെ അവരെത്ര കാലം കഴിഞ്ഞാൽ അതിൽ നിന്ന് വിമുക്തയാകാൻ സാധിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഏതായാലും കൊച്ചിയിലെ പരിപാടിയുടെ സാമ്പത്തിക തട്ടിപ്പിൻ്റെ വശങ്ങളും കൂടിയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. വിജയ് ഹിലാൽ ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതായി പ്രതികരിക്കാതിരിക്കുന്ന, പലരും രംഗത്ത് വരാതിരിക്കുന്ന പശ്ചാത്തലമാണ്. പക്ഷേ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതിന് പിന്നിലുള്ള നേരത്തെ ഈ പണം കൊടുക്കുക, ഈ പരിപാടി അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മനസ്സിലാക്കുക, ഇതിൽ പങ്കെടുക്കുമ്പോൾ എന്താണ് കുട്ടികൾക്ക് ലഭിക്കുന്ന പ്രയോജനം എന്നുള്ളത് മനസ്സിലാക്കുക, ഇതിൽ പങ്കെടുക്കുന്നവരൊക്കെ ഈ കലയുമായി ബന്ധപ്പെട്ടവരാണോ എന്ന് വ്യക്തമാവുക, ഈ കമ്പനിയുടെ ഈ നടത്തുന്ന ആളുകളുടെ എന്താണ് ഇവരുടെ ഒരു നേരത്തെയുള്ള ഇവരുടെ പ്രവർത്തികൾ, ഇവർ ഏതൊക്കെ മേഖലകളിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, ഇവർക്ക് ഇത്ര വലിയൊരു പരിപാടി നടത്താനുള്ള കപ്പാസിറ്റി ഉള്ളവരാണോ, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇപ്പോൾ സാധാരണക്കാർക്കൊന്നും പറ്റില്ല എങ്കിൽ പോലും താങ്കളെപ്പോലുള്ളവർക്കൊക്കെ അതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളാണ്. അങ്ങനെ ചില കാര്യങ്ങൾ കൂടി ഇത്തരം തട്ടിപ്പുകൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് ഞാനത് മുന്നേ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ ഇതിനെ വിമർശിച്ചുകൊണ്ടല്ല, ഇതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ ഞാനത് പറഞ്ഞതാണ്. എല്ലാ ചാനലുകളോടും പറഞ്ഞു, സ്വയം വിമർശനപരമായി എന്റെ ഭാഗത്തുള്ള ആ അന്വേഷണം നടത്താത്തതിലുള്ള തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഒക്ടോബർ മാസം മീഡിയകളുടെ മുമ്പിൽ ദിവ്യ ഉണ്ണി കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് കൈരളിയിലും ഫ്ലവേഴ്സിലും ഒക്കെയുള്ള ഒരു US-ലെ വെച്ചിട്ട് അവരുടെ ഒരു പത്രസമ്മേളനം നടത്തി. അവർ പറയുന്നത് മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു ആർട്ട് മാഗസിനാണ്, കേരളത്തിലെ പ്രീമിയം ആർട്ട് മാഗസിനാണ്. ഈ ആർട്ട് മാഗസിൻ ഒരു പരിപാടി നടത്തുകയാണ്. ഇത് വലിയൊരു അച്ചീവ്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക്. ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ ഒരു കൈരളിയുടെ ഒരു വീഡിയോ ഉണ്ട്. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് അവര് നന്ദി പ്രകാശിപ്പിക്കുന്നേ. അപ്പൊ ഇത്രയും നേരം എന്നെ കേട്ട എല്ലാ മാധ്യമ പ്രവർത്തകർക്കും മൃദംഗ വിഷന്റെയും എന്റെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. നമ്മളൊരു അംബാസിഡർ ആയി അവരെ മുന്നിൽ കൊണ്ടുവരികയാണ്. അവരിതിന്റെ ഒരു തട്ടിപ്പ് നടത്തുന്നതിന്റെ മുന്നിൽ നിൽക്കുന്നു. ഒന്നാമത്തെ കാര്യം രഞ്ജിത്തെ, എല്ലാവരും അവരവരുടെ പല കാര്യങ്ങളിലുള്ള പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ നടക്കുമ്പോൾ മകള് പങ്കെടുക്കുന്ന ഒരു പരിപാടി വിശ്വസിച്ച് കേരളം പോലെ ഒരു സംസ്ഥാനത്തില് അവരെ നൃത്തത്തിന് പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നടന്നില്ല. അല്ല, അത് നമ്മൾ അന്വേഷിക്കുക, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത് സംഭവം എന്നിട്ടും എന്റെ മോള് പഠിക്കുന്ന നൃത്ത വിദ്യാലയത്തിന്റെ ഗ്രൂപ്പിലടക്കം ഇത് വിമർശിക്കാനോ ഇത് ചോദ്യം ചെയ്യാനോ ഒരു ആളും തയ്യാറല്ല. അവര് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം നടന്നു കഴിഞ്ഞു, ഞങ്ങൾക്ക് ഇനി സർട്ടിഫിക്കറ്റ് വരും. ഇന്നലെ ഈ നിഘോഷ് എന്ന് പറയുന്ന ആള് ചാനലുകാരുടെ മുമ്പിൽ വന്നിട്ട് ചാനലുകാർ പോലും നിശബ്ദമായിരുന്നില്ലേ? നിങ്ങളൊക്കെ മൈക്കും കൊണ്ട് നിന്നപ്പോ നിങ്ങൾക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ അയാളോട് ചോദിക്കാമായിരുന്നു? ആര് ചോദിച്ചു? അയാളുടെ വിശദീകരണം കേട്ട് മിണ്ടാതിരിക്കുമായിരുന്നു എല്ലാവരും. എന്തൊക്കെ ചോദ്യങ്ങള്? ഒരു MLA നിങ്ങളുടെ അതില് അയാള് പറയുന്ന ന്യായങ്ങളെല്ലാം അന്യായങ്ങളായിരുന്നു.
അയാൾ അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റിൽ പോയി ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ അയാൾ അവിടെ വ്യക്തമാക്കിയല്ലോ സർട്ടിഫിക്കറ്റ് തരുന്നത് മൃദംഗ അവിഷന്റെ സർട്ടിഫിക്കറ്റ് ആണ്. ഇനി അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവരെപ്പോഴാണ് തരുന്നത്? കേവലം 9 ദിവസം മുമ്പ്. അതായത് ഈ ആദ്യഘട്ടം മുതൽ രജിസ്റ്റർ ചെയ്തപ്പോഴൊന്നും ശ്രീമതി ബിജി ഹിലാൽ ഇങ്ങനെ പണം തിരികെ കിട്ടില്ല എന്നുള്ള കാര്യവും ഈ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റൊന്നും അവർ പറഞ്ഞിരുന്നില്ല. ഇങ്ങനെ പണം അടയ്ക്കുക, ഈ 100 രൂപ പോലും കുറച്ചടച്ചവർക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന പലരും ഇന്ന് നമ്മളെ വിളിക്കുകയുണ്ടായി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതെ അതെ, ഇവര് ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ഇതിനകത്ത് ലാസ്റ്റ് മൊമെന്റില് പരിപാടിക്ക് ചേരാൻ പരിപാടിയിൽ എൻട്രിക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടിക്ക് QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴാണ് ഇവർ പേഴ്സണൽ ആയിട്ട് ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കുന്നത്. ഡിസംബർ 20-നാണ് ഇത് നമുക്ക് ഇവര് ഒരു QR കോഡ് അയച്ചു തരുന്നത്. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിക്കാം. അല്ലാതെ അത് വിസിബിൾ അല്ല. ലോഗിൻ ചെയ്തുകൊണ്ട് നമ്മളത് വായിക്കുന്നു. അതിനകത്ത് പറയുന്നുണ്ട് പർച്ചേസ് ചെയ്യണമെന്നുള്ളത്. പക്ഷെ നമ്മൾ ഇത് കഴിയുമ്പോഴാണ് കേട്ടോ, അതൊരിപ്പോ ഇതിൽ ചർച്ചയിലിരുന്ന എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇതിൽ ഒരു ഭാഗം നമ്മളുടെ തെറ്റുമുണ്ട്. പക്ഷേ ആ തെറ്റുണ്ടെന്ന് തുറന്നു പറയുന്നത് ഒരു കുറവായി ഞാൻ കാണുന്നില്ല. കാര്യം എന്നാന്ന് പറഞ്ഞാൽ ആരും പറയാതിരുന്ന ഇത് എങ്ങനെയാ ഒരു തെറ്റായിട്ട് അറിയുന്നത്? നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പോലീസിന്റെ ഇത് ആണ് നമ്മൾ ചർച്ച ചെയ്തത് അല്ലെ, ചർച്ചയിലേക്ക് കൊണ്ടുവന്ന ഒരു വിഷയം അതാണ്. ഞാൻ പറഞ്ഞല്ലോ, പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഞാൻ എത്തുന്നത് അന്നേ ദിവസം ഒരു 4 മണിയോടെയാണ്. ഞാൻ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രതികളും അവിടെ വന്നു. ഇവരെ മെഡിക്കൽ കഴിഞ്ഞ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ മൊഴി എത്ര സമയം, ഞാൻ പറയാം, ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്ത ഒരു രീതി, അതായത് മണിക്കൂറുകൾ ടൈപ്പ് ചെയ്യുന്ന ഒരു പോലീസുകാരന്റെ മുന്നിൽ ഞാൻ ഇരിക്കുകയാണ്. എന്റെ മണിക്കൂറുകൾ അത് ഒന്ന് എഴുതിയെടുത്തിട്ട് ഇതിനൊക്കെ ഒരു സിസ്റ്റം വേണ്ടേ? ഇത് നടന്നത് ഈ നമ്മുടെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന്റെ എത്ര അടുത്ത 1 കിലോമീറ്റർ വ്യത്യാസത്തിലാണ്. ഇതിനൊക്കെ ഒരു സ്പീഡായിട്ട് ഒരു ആക്റ്റീവായിട്ട് ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ഇതിനകത്ത് പ്രഗത്ഭരെ കൊണ്ടിരുത്തിയൊക്കെ വേണ്ട ഒരു മൊഴിയെടുക്കാൻ. അല്ലാതെ തപ്പി പിടിച്ച് ഒരു കീ എടുത്ത് ഒരു മൗസ് എടുത്ത് അതിന്റെ ഇടയിൽ ടൈപ്പ് ചെയ്ത മുഴുവൻ മാഞ്ഞു പോവും. പിന്നെയും രണ്ടാമത് വൈറസ് കയറിയെന്ന് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലും അല്ലെങ്കിൽ നോർത്തിൽ പോയാൽ പോലും ഇതുപോലൊരു അനുഭവമാണോ എന്ന് എനിക്കറിയില്ല. ഞാനിത് തുറന്നു പറയുന്നത്, ഇത് പറയുന്നതിൽ ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു ഇതോ എനിക്കില്ല. ഞാൻ അത് കഴിഞ്ഞ് ഈ മൊഴി കൊടുക്കുക എന്ന് പറഞ്ഞാൽ മൊഴിയില് വളരെ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന പോലെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ട് എനിക്ക് തന്നെ അതിനകത്ത് അതൃപ്തി വന്നിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, സാറേ ഇങ്ങനെയാണോ ഇതിനകത്ത് അങ്ങോട്ട് അത് ചേർക്കണ്ടേ, ഇത് ചേർക്കണ്ടേ, അങ്ങനെ പറയണ്ടേ എന്നൊക്കെ ചോദിച്ച് ഞാൻ പോകാറായപ്പോ ഇവരെ എല്ലാവരെയും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്തും ഞാൻ അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ CI എന്നെ കണ്ട് ഞാൻ CIയെ കാണാൻ മേളിലോട്ട് കയറി ചെല്ലുന്നു. സാറേ ഞാൻ മൊഴി കൊടുത്തു, ഇനി എന്താണെന്നുള്ള. പുള്ളി എന്നെ ഗൗനിക്കാതെ പുള്ളി ഈ പ്രതികളെയും കൊണ്ട് വളരെ സ്പീഡിൽ പോകുന്നു. എനിക്കന്ന് യാത്രയുള്ളതായിരുന്നു. ഞാൻ തിരിച്ചു പോകാൻ ഒരുങ്ങുന്നു. എന്നെ തിരിച്ചു വിളിപ്പിക്കുന്നു. പിന്നെയും എന്നെ തിരിച്ചു വിളിപ്പിച്ചിട്ട് രണ്ടാമതാണ് രാത്രി 10:30 ഇതിലൊരു FIR വരുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ഓരോ തലത്തിലും ഇതുമായി ബന്ധപ്പെട്ട അനാസ്ഥ ഉണ്ടായിരുന്നു. അന്ന് ഈ ശ്രീമതി ബിജി ഹിലാൽ ഈ ചർച്ചയുടെ ഭാഗമായതിന് അരുണ് അങ്ങനെ ഈ പറഞ്ഞതുപോലെ അരുണിന്റെ പരാതികൾ അങ്ങനെ ഒരുപാട് പോലീസിന്റെ മുന്നിലുണ്ട്. ഈ സമാനമായ അനുഭവം അരുണിനും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇനിയും എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. GSTയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അത്തരം നടപടികളും അരുൺ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ ഈ തട്ടിപ്പുകാരെ അങ്ങനെ അങ്ങ് വെറുതെ വിട്ടുകൂടാ. ഇവരെ നിയമത്തിന്റെ കുരുക്കിൽ കൊണ്ടുവരണം. അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇപ്പോഴും അവർ ആത്മവിശ്വാസത്തിലാണ്. അല്ല, ഇതിലിപ്പം ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ. ഇപ്പോൾ നമ്മുടെ സുരഭി ടീച്ചർ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു കൺസ്യൂമർ കോർട്ടിൽ കേസിന് പോകണമെങ്കിൽ ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവിടെ നിൽക്കട്ടെ. നമ്മൾ കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഒരു പ്രോപ്പർ ബില്ല് വേണ്ടേ? നമ്മൾ ഈ പേയ്മെന്റ് ഇവർക്ക് ചെയ്തു എന്നുള്ളതിനൊരു ബില്ല് വേണ്ടേ? അതില്ലല്ലോ. പിന്നെ GST സൈഡിൽ ഇവർ നമ്മളിൽ GST വാങ്ങി എന്ന് പറയുന്നു. ഈ GST വാങ്ങിയ ഈ സ്ഥാപനത്തിന്റെ GST നമ്പർ ഉണ്ടോ? നമ്മളെങ്ങനെ? ഇനി അതും പോട്ടെ, ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഫയൽ ചെയ്തു എന്ന് തന്നെ വെക്കട്ടെ. ഫയൽ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഇപ്പം എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഇവർ പറയുന്നത് കമ്മീഷണർ നിങ്ങൾക്കെതിരാവും, കളക്ടർ നിങ്ങൾക്കെതിരാവും, നിങ്ങൾ ഇവരോടൊക്കെയാണ് പോരാടാൻ നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു. അപ്പൊ ഇത്രയും കേട്ടിട്ട് ഇത്രയും പറഞ്ഞിട്ട് ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ മറ്റൊരാൾ വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അത് ചിന്തിക്കേണ്ടത് ഇത് കാണുന്ന ഓരോരുത്തരുമാണ്. ഇത് കാണുന്ന എത്രയോ പേര്. ഇപ്പൊ ഞാൻ ഇവിടെ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നിട്ടുണ്ട് ഈ കാര്യം ചോദിച്ചിട്ട്, ഞങ്ങൾക്കും വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ എന്ന്. അപ്പോൾ എനിക്കതൊരു തമാശ പോലെയാണ് ഫീൽ ചെയ്ത്. അപ്പൊ എന്ത് തന്നെയായാലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചത് അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇത്രയും മുന്നോട്ട് പോകുമ്പോഴും ഇപ്പോഴും പലരും വിശ്വസിക്കുന്നത് നമ്മൾ നുണ പറയുന്നു എന്നുള്ളതാണ്. കാരണം ഇവർ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇന്നലെ ഇപ്പം
തൊട്ട് മുമ്പ് പറഞ്ഞ മാതിരി ഇവർ ഇന്നലെ വന്നിരുന്നു ഈ ന്യൂസ് ഇതിൽ ഇത്രയും പറഞ്ഞു. അപ്പൊ എന്നെ പറ്റി പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. എന്റേത് പറഞ്ഞത് അരുൺ പറയുന്നത് അരുണിന് കൊണ്ടുവന്ന ആൾക്ക് അവസരം കൊടുക്കാഞ്ഞിട്ടാണ്. ഞാൻ അവസരം കിട്ടാത്തതിലല്ല പറഞ്ഞത്. അവര് പെരുമാറിയ രീതി, അവർ മുന്നോട്ട് പോയ കാര്യങ്ങൾ, അതിൽ കണ്ടിട്ടുള്ള പിന്നെ ഒരുപാട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ കണ്ടു. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അവർ പറയുന്നു അവരോട് വ്യക്തിവൈരാഗ്യം തീർക്കുന്നു, അവരോട് മുന്നോട്ട് പോകുന്നു. എനിക്ക് ഈ പറയുന്ന ഒരാളെയും പേഴ്സണലി അറിയുന്ന ഒരാളല്ല ഞാൻ, എങ്കിലും അവരുടെ വാക്ക് എന്ന് പറയുന്നത് പങ്കെടുപ്പിക്കാത്തതിലുള്ള വിദ്വേഷം, വ്യക്തിവൈരാഗ്യം തീർക്കുക എന്നുള്ള പാറ്റേൺ ഒക്കെയാണ്. പിന്നെ ഈ പറയുന്ന ഒരാളെ മാത്രം, ഇതിൽ ഒരാൾ മാത്രമല്ലല്ലോ. ഇപ്പൊ നിങ്ങളെ വീട്ടിലൊരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ ആ കല്യാണത്തിന് പന്തലിന്റെ കാലം എവിടെ ഇടണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളാണ്. അല്ലാതെ ഇവന്റ് ടീം വന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് ഇട്ട് പോവല്ലോ. നിങ്ങൾക്ക് പറയാലോ ഇത് മാറ്റി വെക്കി, അല്ല ഇന്ന രീതി ചെയ്യണം എന്ന് പറയൂലേ നമ്മൾ. മുന്നോട്ട് കൊണ്ടുപോയെന്നാണ് ഇവരുടെ വാദം. അല്ല, അത് അതിനുള്ളൊരു മറുപടി അല്ലല്ലോ. ഞാൻ ഒരു 4.5 വർഷത്തോളം ഞാൻ ഇവന്റ് ടീമുമായിട്ട് ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ അനുഭവം വെച്ചിട്ട് ഒരിക്കലും ഇവന്റിന്റെ കാര്യമല്ലല്ലോ അത്. എങ്ങനെയാണ് അത് ഇവന്റിന്റെ ആവുക? ഇത് ചെയ്യുന്ന സംഘാടകർ പറഞ്ഞു കൊടുക്കൂല ഇന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളത്. എന്തുകൊണ്ട് അവരത് പറഞ്ഞില്ല? അപ്പൊ ഉത്തരവാദിത്തപ്പെട്ടവർ കൈയൊഴിയാണ് എന്നുള്ള ഉറപ്പാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ മന്ത്രി പങ്കെടുക്കുന്ന ഒരു സ്റ്റേജ്, ഞാൻ എന്റെ ഒരു അനുഭവം കൂടെ അതിന്റെ കൂടെ പറയാണ്. ഒരു 2.5 വർഷം മുമ്പ് ഞങ്ങളെ നാട്ടിൽ ഇതിനു മുമ്പത്തെ ഇതുണ്ടായ സമയത്ത്, അന്നും LDF ആയിരുന്നു, ഇതിനു മുമ്പത്തെ ഇതിന്റെ സമയത്ത് ഇതേമാതിരി ഒരു പാർട്ടി പ്രോഗ്രാം നടന്ന സമയത്ത് സ്റ്റേജിലിട്ട പാർട്ടി പ്രോഗ്രാമാണ്, പ്രത്യേകം എടുത്തു പറയുന്നു പാർട്ടി പ്രോഗ്രാമാണ്. ആ പാർട്ടിയുടെ മന്ത്രി ആ സ്റ്റേജിൽ കയറുന്ന സമയത്ത് അവിടെ വന്നിട്ട് പ്രശ്നം പറയുന്നു, ഇന്ന രീതിയിലുള്ള പ്രശ്നമുണ്ട്, ലൈറ്റ് വെച്ചത് കണ്ണിലേക്ക് കുത്തുന്നുണ്ട്, ഇത് മാറ്റിവെക്കണം. ഇത്തരം പറഞ്ഞിരുന്ന ആളുകൾ ഇതേ സ്ഥാനത്ത് ഇന്നിന്റെ കാലഘട്ടത്തിൽ ഇതേ ടീം തന്നെ ഭരിക്കുന്നു, ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നു. അവിടെ ഒന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് ഇവരിൽ നിന്ന് വാങ്ങിയ ക്യാഷിന്റെ ഇതിൽ മൂടപ്പെട്ടതാണോ, അല്ലെങ്കിൽ ഇവരുമായിട്ട് മറ്റുള്ള രീതിയിലുള്ള ഇടപാടുകളുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ദിവ്യ ഉണ്ണി വന്നു, ദിവ്യ ഉണ്ണി പോയതുപോലും പോയി കഴിഞ്ഞിട്ടാണ് പലരും പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇവർക്ക് പോകാനുള്ള ഒത്താശ ചെയ്തു കൊടുത്തു എന്ന് തന്നെയല്ലേ നമ്മൾ സംശയിക്കേണ്ടത്? പോലീസ് കൂട്ടുനിന്നിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ഇത്രയും താമസം വന്നു? ഇതിലിപ്പോൾ ആരോപണങ്ങൾ കുറച്ച് ദിവസമായല്ലോ ഇതിങ്ങനെ വരുന്നു, ഇന്ന രീതിയിൽ പ്രശ്നമുണ്ട്. ഇപ്പൊ തൊട്ട് മുമ്പുണ്ടായിരുന്ന ഇവർ പറഞ്ഞു ഇവർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ട്. അപ്പം പോലീസ് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടവർ ജനങ്ങളെ ദ്രോഹിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പം ബഹുമാനപ്പെട്ട പോലീസ് മേധാവിയുടെ ഒരു ഉത്തരവുണ്ട്, പിന്നെ പരാതിക്കാരോട് മാന്യമായിട്ട് പെരുമാറണം. കേരളത്തിൽ എത്ര സ്റ്റേഷനുകളിൽ നടപ്പിലാവുന്നുണ്ട്? അപ്പൊ ഒരുപാട് അവസ്ഥ എനിക്ക് എന്റെ പേഴ്സണലി ഞാൻ അനുഭവിച്ചപ്പോൾ അതേമാതിരി എന്റെ ഇവിടെ 2 ദിവസങ്ങൾക്ക് മുമ്പ്, ഞാൻ വിഷയം വഴി തിരിച്ചു കൊണ്ടുപോകുന്നില്ല, 2 ദിവസങ്ങൾക്ക് മുമ്പ് മാനാഞ്ചിറ ഒരു അപകടം നടന്നു കോഴിക്കോട്. ഇതേ വിഷയത്തിൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി, ടൗൺ സ്റ്റേഷനിൽ പോയി പ്രതികൾക്ക് വേണ്ടിയിട്ടാണ് പോലീസ് സംസാരിച്ചത്. അപ്പം എല്ലാ സ്ഥലങ്ങളിലും പരാതിക്കാരൻ എവിടെ നിൽക്കുന്നു, പ്രതികൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ഇപ്പോ ഈ FB-യിൽ കണ്ട ഒരു കുറിപ്പാണ്. അതായത് അല്ലു അർജുനെ ഒരു ദിവസമെങ്കിലും ജയിലിലിടാൻ രേവന്ത് റെഡ്ഡിക്കായി ഇവിടെ പോലീസിന്റെ കൺമുന്നിൽ കൂടി, സർക്കാരിന്റെ കൺമുന്നിൽ കൂടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയി. അതാണ് ഒരു കുറിപ്പ്. ശ്രീകുമാർ മനയിൽ, ഹലോ, കേൾക്കാമോ? ചോദ്യം ആവർത്തിക്കാം. അല്ല, ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ FB-യിൽ കണ്ട, സോഷ്യൽ മീഡിയയിൽ കണ്ട പോസ്റ്റാണ്. ചോദ്യം ആവർത്തിക്കാം. അതെ, സോഷ്യൽ മീഡിയയിൽ കണ്ട പോസ്റ്റാണ്. അത് അല്ലു അർജുൻ ഈ സമാനമായി തന്നെ ഒരു ക്രൗഡിൽ ഒരു ആരാധിക മരിച്ചു, അതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണല്ലോ. ഒരു ദിവസമെങ്കിലും ജയിലിലിടാൻ രേവന്ത് റെഡ്ഡിക്കായി ദിവ്യ ഉണ്ണി ഇപ്പോൾ പോലീസിന്റെ കൺമുന്നിൽ കൂടി അമേരിക്കയ്ക്ക് പോയി എന്നുള്ളതാണ്. അതെ 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 എൻ്റെ രഞ്ജിത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മൃദംഗ വിഷൻ എന്നൊക്കെ പറഞ്ഞത്, ഈ പ്രഘോഷ് എന്നൊക്കെ പറയുന്ന ആളുകൾ, എനിക്ക് തോന്നുന്നു ഇവർക്കൊരു മുഖംമൂടി മാത്രമാണ്. ഇവരുടെ പിന്നിൽ കാര്യമായിട്ടുള്ള ആരോ ഉണ്ട്. കാരണം അല്ലെങ്കിൽ ഉന്നതങ്ങളിൽ അത്ര സ്വാധീനമുള്ള ആരോ ആണ് യഥാർത്ഥത്തിൽ ഈ പരിപാടിയുടെ സംഘാടകർ. അവരുടെയൊക്കെ ബിനാമികളാണ് ഈ പ്രഘോഷ് എന്ന് പറഞ്ഞ ആളും, അല്ലെങ്കിൽ ഈ നമ്മൾ പുറത്ത് കാണുന്ന ഇതായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് കാണുന്നവരൊക്കെ ഈ പറഞ്ഞ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഉന്നതങ്ങളിൽ സ്വാധീനമുള്ള ആരുടെയൊക്കെയോ മുഖംമൂടികളാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷണം നടത്തിയേ പറ്റൂ. കാരണം മധ്യപ്രവർത്തനം അടക്കം അന്വേഷണം നടത്തുക എൻ്റെ വിശ്വാസം അതാണ്. ഇത് കാരണം അതല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും, ഇത്രയും സുരക്ഷാ ഇഷ്യൂസ് ഉണ്ടായിട്ട് പോലും യാതൊരു ആദ്യഘട്ടങ്ങളൊന്നും യാതൊരു പ്രതികരണം ഒരു ഭാഗത്തും ഉണ്ടായില്ല. മന്ത്രി പോലും പറഞ്ഞു അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല. അപ്പം മന്ത്രിക്ക് പോലും അങ്ങനെ പറയേണ്ടി വരുമ്പോൾ മന്ത്രിക്ക് മുകളിലുള്ള ആരുടെയൊക്കെ ആളുകളാണ് ഇവരെന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കേണ്ടി വരും. സംഗതികളുടെയൊക്കെ പുറകിൽ ചില ബിനാമി ഇടപാടുകളൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ പണ്ട് തൊട്ടേ നടക്കുന്ന കാര്യമാണ്. ഇവിടെ സുനാമി വന്നാലും
എന്ത് വന്നാലും ഒരു പിരിവുണ്ട്, അറിയാമല്ലോ. അത് ആധികാരികമായിട്ടല്ലാത്തവരാണ് ഇത് മുഴുവൻ പണം ഉണ്ടാക്കുന്ന നന്മ മരങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടതാണ്. എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ശ്രീ സജി ചെറിയാനും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവട്ടെ, ഇല്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായും. നന്ദി ശ്രീ ബിനു കുര്യത്ത്, ശ്രീ ബിജി ഹിലാൽ ഈ ചർച്ചയുടെ ഭാഗമായതിന്, ശ്രീ ശ്രീകുമാർ മനയിൽ, ഒപ്പം അരുൺ ദേവ് ഈ ചർച്ചയുടെ ഭാഗമായതിന്. ചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം. നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രം നോക്കാം. 9 തലക്കെട്ടുകളുമായി ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരുന്നതിനെ ചൊല്ലി ശിവഗിരിയും NSSഉം നേർക്കുനേർ. ആചാരങ്ങൾ തീരുമാനിക്കുന്നത് ശിവഗിരിയും മുഖ്യമന്ത്രിയുമല്ലെന്ന് സുകുമാരൻ നായർ. കാലാകാലങ്ങളിലായി നിലനിന്നു പോകുന്ന ആചാരക്രമങ്ങളെപ്പറ്റി അത് മാറ്റിമറിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ആരാ ഇത് പറയാൻ സുകുമാരൻ നായരെക്കാൾ യോഗ്യതയുണ്ടെന്ന് തിരിച്ചടിച്ച് സ്വാമി സച്ചിദാനന്ദ. സുകുമാരൻ നായരെ പോലെയുള്ള പല ആളുകള് ഇപ്പോഴിത് അംഗീകരിക്കുന്നില്ല. അവര് 100 വർഷം പുറകോട്ടാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ സുകുമാരൻ നായരെക്കാൾ കൂടുതൽ അഭിപ്രായ പ്രകടനം നടത്താനുള്ള ധാർമ്മികമായ ചുമതല എനിക്കുണ്ട് എന്ന് സുകുമാരൻ നായർ ധരിച്ചാൽ കൊള്ളാം. ക്ഷേത്രങ്ങൾ എല്ലാ മതക്കാർക്കും തുറന്നു കൊടുക്കണമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം. മന്നം ജയന്തി സമ്മേളന വേദിയിൽ പരസ്പരം പുകഴ്ത്തി രമേശ് ചെന്നിത്തലയും ജി സുകുമാരൻ നായരും. ചെന്നിത്തല NSSന്റെ പുത്രനെന്ന് ജനറൽ സെക്രട്ടറി. രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സ്വന്തതയാണ്. അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയില്ല. NSSന്റെ ഒരു പുത്രനാണ്. സുകുമാരൻ നായരുടെ രാഷ്ട്രീയ ഇടപെടൽ ആശാവഹമെന്ന് ചെന്നിത്തല. സമുദായത്തിന് നേരെ വരുന്ന ഓരോ തല്ലും തടുക്കാനും പകരം കൊടുക്കാനും വേണ്ടി ഈ വടി ഞാൻ സ്വീകരിക്കുന്നു. അദൃശ്യമായ ഈ വടി ശ്രീ ജി സുകുമാരൻ നായരുടെ കൈകളിൽ ഉണ്ട് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. സർക്കാരിനെതിരെ പുതിയ അഴിമതി ആരോപണവുമായി VD സതീശൻ. കലൂർ അപകടത്തിൽ സുരക്ഷാ വീഴ്ചയ്ക്കൊപ്പം പണപ്പിരിവും. മൃദംഗാവിഷൻ CEO അധ്യാപികയുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്ത്. അതായത് നിങ്ങൾ 5 പൈസ പോലും തിരിച്ചു തരത്തില്ല, 32,000 ചുമ്മാ വെറുതെ നിങ്ങൾ ഞങ്ങളുടെ കൈക്കലാക്കി. സംഘാടകരെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ഉമാ തോമസ് അപകടത്തിൽപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്ത്. MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. അനാഥരാവില്ലാരും, അനാഥരാക്കാൻ പറ്റില്ല. കാരണം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. കടബാധിതരെയും അനാഥരാക്കാൻ പറ്റില്ല. വയനാട് ദുരന്തത്തിനിരയായവർക്കുള്ള ടൗൺഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി സർക്കാർ. 2ാം ഘട്ട പുനരധിവാസ പാക്കേജ് ഫെബ്രുവരിയോടെ. നിർമ്മാണ ഭൂമിയിൽ ശാസ്ത്രീയ പരിശോധന നടത്തും. 5 സെന്റ് ഭൂമിയെ നൽകൂ എന്ന കടുംപിടുത്തമില്ലെന്ന് കെ രാജൻ. കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വയോധികയെ തെരുവുനായ ആക്രമിച്ചു. കാലിന് കടിയേറ്റു. ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീയെ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദേശത്ത് നായശല്യം രൂക്ഷമെന്ന് യാത്രക്കാർ. കണ്ണൂർ വളകൈ അപകടത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധ. ബസിന്റെ ബ്രേക്കിന് തകരാറില്ലെന്ന് MVD. നേതിക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. കൊല്ലത്ത് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം. ഗർഭിണി ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ S. ജയചന്ദ്രൻ നായർ അന്തരിച്ചു. അന്ത്യം ബംഗളൂരുവിലെ മകന്റെ വസതിയിൽ. ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൂടെ ദിശ തീരുമാനിച്ച പത്രാധിപർ. പെരിയാർ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി നാളെ. വിധി പറയുക കൊച്ചിയിലെ CBI കോടതി. കേസ് രാഷ്ട്രീയവൽക്കരിക്കാൻ CBI ശ്രമിച്ചെന്ന MV ഗോവിന്ദൻ. പെരിയയിൽ സുരക്ഷ ശക്തമാക്കി പോലീസ്. ഇന്ത്യ ഓസീസ് അവസാന ടെസ്റ്റ് നാളെ സിഡ്നിയിൽ.
രോഹിത് ശർമ്മ കളിക്കില്ലെന്ന് റിപ്പോർട്ട്. ഖേൽ രത്ന പുരസ്കാരം 4 പേർക്ക്. സജൻ പ്രകാശ് ഉൾപ്പെടെ 32 പേർക്ക് അർജുന പുരസ്കാരം. വിശദമായി നോക്കാം. ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ച് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ NSSഉം ശ്രീനാരായണ ധർമ്മസംഘവും നേർക്കുനേർ. ആചാരങ്ങൾ എങ്ങനെ വേണമെന്ന് ചില കൂട്ടർ നിശ്ചയിച്ചെന്നും മുഖ്യമന്ത്രി അതിനെ പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നുവെന്നും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വിമർശിച്ചു. ക്ഷേത്ര ആചാര രീതികളിൽ പരിഷ്കരണം വേണമെന്ന് പറയാൻ സുകുമാരൻ നായരേക്കാൾ യോഗ്യത തനിക്കുണ്ടെന്ന് സ്വാമി സച്ചിദാനന്ദ തിരിച്ചടിച്ചു. ക്ഷേത്രങ്ങളിൽ ഉടുപ്പ് ധരിച്ച പ്രവേശനം സംബന്ധിച്ചാണ് സ്വാമി സച്ചിദാനന്ദയെ പിന്തുണച്ച് മുഖ്യമന്ത്രി. അപ്പോൾ അവരെല്ലാം കൂടെ തീരുമാനിച്ചു ക്ഷേത്രങ്ങളിൽ. പിന്നെ അതിൽ ചിലർ ഇങ്ങനെ കേട്ടതായി പറയുന്നു. നമ്പൂതിരിയാണോ എന്ന് തിരിച്ചറിയാനാണ് ഈ ഭൂമിയിലിടുന്നത് എന്ന് പറഞ്ഞു. ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. ഹിന്ദു ആചാര വിഷയങ്ങളിൽ മുഖ്യമന്ത്രി അനാവശ്യമായി കൈകടത്തുന്നു എന്നതാണ് NSSന്റെ വിമർശനം. മറ്റു മതവിഭാഗങ്ങളുടെ ആചാര വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ തയ്യാറുണ്ടോ എന്നും വെല്ലുവിളി. ഇവിടെ ക്രൈസ്തവ മതക്കാരുണ്ട്. അവരുടെ ആചാരമനുസരിച്ച് ഇന്നത്തെ കാലത്തിന് പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ഇല്ലേ? പക്ഷെ അത് അവരുടെ ആചാരമനുസരിച്ചുള്ളതാണ്. മുസ്ലിം സമുദായങ്ങൾക്കുണ്ട്. വസ്ത്രധാരണത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒക്കെ ഓരോ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ ഒന്നും ശിവഗിരിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? സുകുമാരൻ നായരുടെ വിമർശനങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകി ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ. സുകുമാരൻ നായരെ പോലെയുള്ള പറഞ്ഞ ആളുകൾ ഇപ്പോഴിത് അംഗീകരിക്കുന്നില്ല. അവര് 100 വർഷം പുറകോട്ടാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ സുകുമാരൻ നായരേക്കാൾ കൂടുതൽ അഭിപ്രായ പ്രകടനം നടത്താനുള്ള ധാർമ്മികമായ ചുമതല എനിക്കുണ്ട് എന്ന് സുകുമാരൻ നായർ ധരിച്ചാൽ കൊള്ളാം. മന്നം തുറന്നു കൊടുത്ത ക്ഷേത്രത്തിൽ ഉടുപ്പിട്ടു ഇട്ടാതെയും കയറുന്നുണ്ട്. അപ്പോൾ സുകുമാരൻ നായർ പറയുന്നത് മന്നത്തിന്റെ അഭിപ്രായത്തിന് വിപരീതമായിട്ടാണ്. ശബരിമല സ്ത്രീ പ്രവേശന വിവാദത്തിന് പിന്നാലെ ഹിന്ദു ആചാര വിഷയങ്ങളെ ചൊല്ലി പോരിന് വഴി തുറക്കുകയാണ് ഷർട്ട് വിവാദവും. ഹിന്ദു ആചാര രീതികളിൽ മുഖ്യമന്ത്രി കൈകടത്തുന്നു എന്നാരോപിച്ച് BJP നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഷർട്ട് വിവാദത്തിൽ ഇതുവരെ നിലപാട് പറയാത്ത കോൺഗ്രസിനും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മന്നം ജയന്തി സമ്മേളനത്തിൽ പരസ്പരം പുകഴ്ത്തി രമേശ് ചെന്നിത്തലയും G. സുകുമാരൻ നായരും. NSSുമായുള്ള തന്റെ ബന്ധം ആര് വിചാരിച്ചാലും മുറിക്കാനാകില്ലെന്ന് രമേശ് ചെന്നിത്തല. ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ യോഗ്യൻ ചെന്നിത്തലയാണെന്നായിരുന്നു സുകുമാരൻ നായരുടെ പ്രശംസ. വർഷങ്ങൾക്ക് ശേഷം NSS വേദിയിൽ VIP ആയി എത്തിയ രമേശ് ചെന്നിത്തലയെ കൊട്ടും കുരവയുമായാണ് NSS സ്വീകരിച്ചത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അഡ്മിഷൻ ലഭിക്കാൻ സഹായിച്ച NSSനെ ഓർത്തുകൊണ്ടായിരുന്നു പ്രസംഗം. തകരാത്ത ആത്മബന്ധമാണിതെന്ന് ചെന്നിത്തല. ഞാനിതെന്റെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മഹാന്മാരായ നിരവധി വ്യക്തികൾ, രാജീവ് ഗാന്ധി മുതൽ ഡോക്ടർ S. രാധാകൃഷ്ണൻ ഉൾപ്പെടെ മുൻ രാഷ്ട്രപതിയായ KR നാരായണനും C. K. കരുണാകരനും ഉജ്ജ്വല നേതൃത്വങ്ങളെല്ലാം ഉദ്ഘാടനം ചെയ്ത ഈ വേദിയിൽ എനിക്കൊരവസരം കിട്ടിയതിന് NSSനോടും എൻ്റെ ജനറൽ സെക്രട്ടറിയോടും പൂർണ്ണമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. മന്നം ജയന്തി ചെന്നിത്തലയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് ചില മാധ്യമങ്ങൾ വിവാദമാക്കിയതായി G. സുകുമാരൻ നായർ പറഞ്ഞു. കോൺഗ്രസ് നേതാവായല്ല ചെന്നിത്തലയെ ക്ഷണിച്ചത്. സമുദായാംഗമായ ചെന്നിത്തലയെ ചേർത്തുപിടിച്ച് G. സുകുമാരൻ നായരുടെ പ്രസംഗം. കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ അവർക്കുണ്ടായതാണെങ്കിൽ അവരെ തിരുത്തണം. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സ്വന്തതയാണ്.
കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും കെ സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കളും മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല എന്ന് ജി സുകുമാരൻ നായർ പറയുമ്പോഴും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള ഉന്നത പദവിയിലിരിക്കുന്നവരെ മറികടന്നാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്തവണ മന്നം ജയന്തി വേദിയിൽ അവസരം നൽകിയത്. 1.5 വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ NSSന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ വ്യക്തമാണ്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം പെരുന്നയിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് കൊമേഴ്ഷ്യൽ ഫിനാൻസ് ലിമിറ്റഡിൽ നിക്ഷേപം നടത്തിയതിലാണ് ആരോപണം. എന്നാൽ ധനമന്ത്രി KN ബാലഗോപാൽ ആരോപണം തള്ളി. ടെൻഡർ വിളിച്ച് തന്നെയാണ് നിക്ഷേപം നടത്തിയതെന്ന് മുൻ ധനമന്ത്രി TN തോമസ് ഐസക്കും പ്രതികരിച്ചു. അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള RCFL എന്ന കമ്പനിയിലാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ 60 കോടി 80 ലക്ഷം രൂപയുടെ നിക്ഷേപം നടത്തിയത്. 2018 തോമസ് ഐസക് ധനമന്ത്രിയായിരിക്കെയാണ് ഇത് നടന്നത്. പലിശ ഉൾപ്പെടെ 101 കോടി രൂപ തിരിച്ചു കിട്ടേണ്ട സ്ഥാനത്ത് കമ്പനി പൂട്ടിയതോടെ 7 കോടി 9 ലക്ഷം രൂപ മാത്രമാണ് KFCക്ക് തിരികെ കിട്ടിയതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. തകർച്ചയിലായിരുന്ന കമ്പനിയിൽ നിക്ഷേപം നടത്തിയത് ഭരണ നേതൃത്വത്തിലുള്ളവരുടെ ഒത്താശയോടെയെന്ന് പ്രതിപക്ഷ നേതാവ്. അനിൽ അംബാനിയുടെ RCFL, അതായത് റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ 60 കോടി 80 ലക്ഷം രൂപ നിക്ഷേപിച്ചു. റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് RCFL 19/4/2018 നടന്ന KFCയുടെ ഒരു മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഈ പണം നിക്ഷേപിച്ചത്. KFCക്കെതിരായ അഴിമതി ആരോപണം തള്ളി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ രംഗത്തെത്തി. നിക്ഷേപം നടത്തുന്ന സമയത്ത് ഉയർന്ന റേറ്റിംഗിലായിരുന്നു അനിൽ അംബാനിയുടെ RCFL എന്ന് ധനമന്ത്രി വ്യക്തമാക്കി. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്തു എന്നാണ് എൻ്റെ ധാരണ. അത് നിയമവിരുദ്ധമായി നമ്മുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുകളെല്ലാം കേരളത്തിലെ ഒരു നിയമാനുസരണത്തിലല്ല, ഇത് സെൻട്രൽ ആക്ടാണ്. സെൻട്രൽ ആക്ട് അനുസരിച്ചിട്ടാണ് ഈ KFCയും എല്ലാ ഫിനാൻഷ്യൽ കോർപ്പറേഷനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന നിലയിൽ ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് നിയമം അത് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഡബിൾ എ റേറ്റിംഗ് ഉള്ള കമ്പനിയിൽ ടെൻഡർ നടപടികൾ ഉറപ്പുവരുത്തിയാണ് നിക്ഷേപം നടത്തിയതെന്നാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ വിശദീകരണം. നേതാവ് VD സതീശന്റെ ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അഴിമതി സംബന്ധിച്ച ആരോപണങ്ങൾ ഉണ്ടയിലെ വെടികളാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങൾക്ക് തെളിവ് ഹാജരാക്കാൻ തയ്യാറാണ്. നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് മുംബൈ ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട് പുനരധിവാസ ടൗൺഷിപ്പ് വരുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 5 സെന്റ് ഭൂമിയെ നൽകൂ എന്ന കടുംപിടുത്തം സർക്കാരിനില്ലെന്ന് മന്ത്രി K രാജൻ. ദുരന്തം നടന്ന മേഖലയിലെ ഏതൊക്കെ ഭൂമി ഉപയോഗിക്കാമെന്നതിൽ അടുത്ത മാസം തീരുമാനമെടുക്കും. അനാഥരാവില്ലാരും, അനാഥരാക്കാൻ പറ്റില്ല. കാരണം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. കടബാധിതരെയും അനാഥരാക്കാൻ പറ്റില്ല. ചെയ്യാവുന്നതെന്ത്? പുനരധിവാസം വേണ്ട ആളുകളുടെ ലിസ്റ്റ് ജനുവരി പകുതിയോടെ തയ്യാറാകും. ടൗൺഷിപ്പുകൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന എൽസ്റ്റൺ, നെടുമ്പാല എസ്റ്റേറ്റുകളിലെ വിവിധ പരിശോധനകൾ ദിവസങ്ങൾക്കകം പൂർത്തീകരിക്കും. ഫെബ്രുവരിയോടെ സമയബന്ധിതമായി എന്നേക്ക് പുനരധിവാസം പൂർത്തിയാക്കാനാകുമെന്നും പ്രഖ്യാപിക്കും. എത്ര ഭൂമി ഓരോ കുടുംബങ്ങൾക്കും അനുവദിക്കുമെന്ന കാര്യത്തിൽ സർക്കാരിന് കടുംപിടുത്തങ്ങളില്ലെന്നും മന്ത്രി പറഞ്ഞു. ഭൂമിയുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഒരു ഇരുമ്പുലക്കയിൽ തീരുമാനം നിൽക്കാതെ ഏറ്റവും ഫ്ലെക്സിബിളായി ആ കാര്യത്തിൽ ഏറ്റവും അമിക്കബിളായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും വിധം ആ കാര്യം ഉണ്ടാകും. 263 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 35 പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. എല്ലാവർക്കും മരണാനന്തര സഹായം ലഭ്യമാക്കാൻ ജനുവരി മാസം തന്നെ അന്തിമ റിപ്പോർട്ട് നൽകും. ഇതിനു പുറമെ മരണ സർട്ടിഫിക്കറ്റ് കൂടി ലഭ്യമാക്കാനുള്ള നടപടികൾ 1 മാസം കൊണ്ട് പൂർത്തീകരിക്കും. 158 ദിവസമായിട്ടും 1 രൂപ പോലും കേന്ദ്രം കനിഞ്ഞു തരാതെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ കേരളത്തെ വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു മനസ്സായി നിന്നുകൊണ്ട് എന്തു വന്നാലും കേരളം ഈ ദുരന്തത്തെ അതിജീവിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്താണ്. അവലോകന യോഗത്തിന് ശേഷം എൽസ്റ്റൺ, നെടുമ്പാല എസ്റ്റേറ്റുകൾ കൂടി സന്ദർശിച്ചാണ് മന്ത്രി തിരിച്ചുപോയത്. ന്യൂസ് 18 വയനാട്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം 5 സെന്റിൽ ഒതുക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ദുരന്തബാധിതർ. സർക്കാർ ഇക്കാര്യത്തിൽ അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. എല്ലാ വശവും പരിശോധിച്ച് അനുഭാവപൂർണമായ നിലപാടെടുക്കുമെന്ന മന്ത്രി K രാജന്റെ വാക്ക് മുഖവിലക്കെടുക്കുന്നുവെന്നും മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കി.
കൽപ്പറ്റ നഗരസഭാ പരിധിയിലുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റ്, മേപ്പാടി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന നെടുമ്പാല എസ്റ്റേറ്റ് എന്നിവിടങ്ങളിലാണ് ദുരന്തബാധിതർക്ക് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. കൽപ്പറ്റ നഗരസഭാ പരിധിയിൽ ഭൂമി വില കൂടുതലായതിനാൽ ഇവിടെ 5 സെന്റ് ഭൂമിയും വീടുമാണ് ടൗൺഷിപ്പിൽ ഓരോരുത്തർക്കും ലഭിക്കുക. എന്നാൽ നെടുമ്പാല എസ്റ്റേറ്റിൽ ഇത് 10 സെന്റ് ഭൂമിയും വീടുമാണ്. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ദുരന്തബാധിതർ രംഗത്ത് വന്നത്. ദുരന്തത്തിൽ സർവ്വത് നഷ്ടപ്പെട്ടവരെ 5 സെന്റിൽ ഒതുക്കരുതെന്ന് ഇവർ അഭ്യർത്ഥിക്കുന്നു. ഒരു 15 സെന്റ് 20 സെന്റിൽ കുറയാതെ ഉള്ള സ്ഥലത്താണ് ഞങ്ങളൊക്കെ വീട് വെച്ച് താമസിച്ചിരുന്നത്. ഇപ്പോൾ എന്തായാലും 10 സെന്റ് എന്ന് പറഞ്ഞു. ആ 10 സെന്റിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറഞ്ഞപ്പോൾ ഈ ന്യൂ ഇയറിൻ്റെ 1-ാം തീയതി മുഖ്യമന്ത്രിൻ്റെ ഈ സ്പോൺസർമാരൊക്കെ വിളിച്ചു ചേർത്ത് അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ വളരെ പ്രതീക്ഷയിലായിരുന്നത്. പക്ഷെ ഇന്നലെ മുഖ്യമന്ത്രിൻ്റെ വാർത്താ സമ്മേളനം കേട്ടപ്പോൾ ഭയങ്കര ഒരു വേദന ഉണ്ടായിരുന്നു. ഏത് രീതിയിലെ കാറ്റഗറി തിരിക്കുന്ന ഇതുവരെ നമ്മൾ തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. അതൊക്കെ ഒരു വലിയൊരു പ്രയാസത്തിലോട്ട് പോകുന്നുണ്ട്. മെയിൻ ഒരു സംഭവം നമുക്ക് വേണം. പുനരധിവാസം നല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നടക്കണം. കൽപ്പറ്റത്തെ ഭൂമിയിൽ 5 സെന്റ് ഭൂമി എന്നാണ് പറയുന്നത്. അത് മാറ്റണം. അത് തിരുത്തിയിട്ട് അത് 10 സെന്റ് ആക്കി കൊടുക്കാനൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. 5 സെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം പ്രയാസം തന്നെയാണ്. ഞാൻ ഇവിടെ താമസിക്കുന്ന ആളാണ്. നമുക്കൊന്നും ഒരിക്കലും വീട് കിട്ടുക എന്ന കാര്യം ഉറപ്പാണ്. ഞാൻ PTA പ്രസിഡന്റാണ്. അത് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ആദ്യം ഞങ്ങൾക്കൊരു സ്കൂള് വേണം. ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് ആ മക്കൾക്ക് ഒരു സ്കൂള് അത്യാവശ്യമാണ്. ആശുപത്രി, കുട്ടികളുടെ പാർക്ക് തുടങ്ങി സകല സൗകര്യവുമുള്ള ടൗൺഷിപ്പാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത്. എന്നാൽ കൽപ്പറ്റ നഗരസഭയോട് ചേർന്ന് തന്നെ ആയതുകൊണ്ട് എൽസ്റ്റൺ എസ്റ്റേറ്റ് ടൗൺഷിപ്പിൽ ഇതൊന്നും ആവശ്യമില്ല എന്നും അതിനു പകരം കൂടി ദുരന്തബാധിതർക്ക് ഭൂമി നൽകാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് എന്നുമാണ് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. 5 സെന്റ് ഭൂമി എന്ന സർക്കാർ വാഗ്ദാനം ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും സർക്കാർ എല്ലാം പരിഗണിക്കുമെന്ന് പറഞ്ഞതിനെ വിശ്വസിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കി. പക്ഷേ കൽപ്പറ്റ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് വരുമ്പോൾ അത് ഒരു 5 സെന്റിലേക്ക് ചുരുങ്ങുന്നത്. ഞങ്ങൾക്ക് ഭാവിയിൽ അത് ഒരിക്കലും ഒരു സെന്റ് വാങ്ങാൻ കഴിയില്ലല്ലോ. കൃഷിഭൂമി നഷ്ടമായവരും കടകളും സ്ഥാപനങ്ങളും തൊഴിലിടങ്ങളും നഷ്ടമായവരുമെല്ലാം സർക്കാർ സഹായത്തിനായി കാത്തിരിക്കുകയാണ്. 2ാം ഘട്ട പുനരധിവാസ പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന മന്ത്രി കെ രാജന്റെ വാക്കുകളിലാണ് ഇവരുടെ എല്ലാം പ്രതീക്ഷ. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. എറണാകുളം കലൂരിലെ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് വേദിയിൽ നിന്ന് വീഴുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കസേരയിൽ ഇരുന്ന ഉമാ തോമസ് മറ്റൊരു സീറ്റിലേക്ക് മാറുമ്പോഴാണ് അപകടം. പരിപാടിയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഗുരുതരമായ അലംഭാവമാണ് പരിപാടിയിൽ കണ്ടതെന്ന് ദൃക്സാക്ഷിയായ ബിജി ഹിലാലും പ്രതികരിച്ചു. കലൂരിലെ നൃത്ത പരിപാടിക്കിടെ ഉണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങൾ നടുക്കുന്നത്. ഉമാ തോമസിനോട് മറ്റൊരു സീറ്റിലേക്ക് മാറാൻ സംഘാടകരിൽ ഒരാളായ സിജോയ് വർഗീസ് നിർദ്ദേശിക്കുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീയെ മറികടന്നു പോകുമ്പോഴാണ് അപകടം. നടക്കാനിടമില്ലാത്ത വിധമാണ് വേദി ഒരുക്കിയിരിക്കുന്നത് എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. നൃത്ത പരിപാടിയിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് മന്ത്രി സജി ചെറിയാൻ ആവർത്തിച്ചു. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുവെന്നും നിയമാനുസൃത നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. ഇതിന്റെ മുൻവശത്ത് ബാരിക്കേഡുകൾ ഉറപ്പിച്ച് നല്ല തരത്തിൽ അപകടം ഉണ്ടാകാത്ത തരത്തിൽ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. അതുണ്ടായില്ല. അതുപോലെ അത്ര ഹൈറ്റ് ഓരോ സ്റ്റേജിന് വേണ്ടത്ര സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നമ്മൾ കഴിഞ്ഞില്ലെന്നുള്ളത് വസ്തുതയാണ്. അപകടത്തിൽ പ്രതികളായ സംഘാടകരെ ഒരു മന്ത്രി സംരക്ഷിക്കുന്നതായി എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. മന്ത്രി സജി ചെറിയാൻ, സിറ്റി പോലീസ് കമ്മീഷണർ, അതുപോലെ തന്നെ ADGP ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എത്ര പ്രമുഖരായ വ്യക്തിത്വങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. അവരുടെ കാല് വെച്ച് ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ പോലും കഴിയാത്തൊരു സ്റ്റേജാണ്. അവർക്ക് തന്നെ ഇത് അപകടമുണ്ടാകും എന്ന് അവർക്ക് തന്നെ മനസ്സിലായി. സജി ചെറിയാൻ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അത് തന്നെയാണ്. പിന്നീടാണ് പിറ്റേ ദിവസം അദ്ദേഹം തിരുത്തി പറഞ്ഞത് സംഘാടകർക്ക് പിഴവുണ്ടായില്ല എന്ന്. അത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമാണ്. തട്ടിക്കൂട്ടിയുണ്ടാക്കിയ സ്റ്റേജിൽ നടത്തിയ പരിപാടിക്കിടെയുണ്ടായ അപകടത്തിന് ഉത്തരവാദിത്വം പറയേണ്ടത് സർക്കാരാണെന്ന് എറണാകുളം MLA TJ വിനോദ്. നഗരത്തിലെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട ആളുകൾ അണിനിരുന്ന ആ വേദി ഇത്രയും ലാഘവ ബുദ്ധിയോടുകൂടി നിർമ്മിച്ചു എന്നുള്ളത്, അതിന് അനുമതി കൊടുത്തു എന്നുള്ളത് എങ്ങനെ പരിശോധിച്ചിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു വസ്തുത. ഗുരുതരമായ അലംഭാവം പരിപാടിയിൽ കണ്ടെന്ന് വ്യക്തമാക്കിയ ദൃക്സാക്ഷി ബിജി ഹിലാൽ GCDAയ്ക്കും സംഘാടകർക്കും വീഴ്ച സംഭവിച്ചുവെന്ന് ആരോപിച്ചു.
അവിടെ നടന്നിരിക്കുന്ന അപാകതയുള്ള ഒരു നിർമ്മാണമോ അല്ലെങ്കിൽ GCDയുടെ അനുമതി ഇല്ലാതെ നടന്ന ഒരു നിർമ്മാണമോ ആണെങ്കിൽ തീർച്ചയായും അതിനെ പൊളിച്ചു മാറ്റാൻ വരെ GCDക്ക് അവകാശമുള്ളതാണ്. നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട വിവാദം കത്തിനിൽക്കെ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് തിരിച്ചു. ഇന്നലെ രാത്രി 11:30 കൊച്ചി വിമാനത്താവളം വഴിയാണ് അമേരിക്കയിലേക്ക് പോയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കലൂരിൽ നൃത്തപരിപാടിക്കിടെ ഉമാ തോമസ് MLAയ്ക്ക് അപകടമുണ്ടായ സംഭവത്തിൽ മൃദംഗ വിഷൻ ഉടമ നികോഷ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. ഓസ്കർ ഇവന്റ്സ് മാനേജിംഗ് പ്രൊപ്രൈറ്റർ PS ജനീഷ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഹാജരായില്ല. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മൃദംഗ വിഷന്റെ ബാങ്ക് അക്കൗണ്ട് പോലീസ് മരവിപ്പിച്ചു. പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡർ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി. ആശുപത്രിയിലുള്ള ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇരുവരോടും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ കീഴടങ്ങാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. കേസിൽ 1-ാം പ്രതിയാണ് മൃദംഗ വിഷൻ ഉടമസ്ഥൻ നികോഷ് കുമാർ. ഓസ്കാർ ഇവന്റ് ഉടമസ്ഥൻ ജനീഷ് 3-ാം പ്രതിയും. കീഴടങ്ങിയില്ല എങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് നികോഷ് കുമാർ അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരായത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഹാജരാകാനാകില്ലെന്ന് ഓസ്കാർ ഇവന്റ് ഉടമ ജനീഷ് പോലീസിനെ അറിയിച്ചു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് സംഘാടകരായ മൃദംഗ വിഷന്റെ അക്കൗണ്ട് മരവിപ്പിച്ചു. നൃത്താധ്യാപകർ പണം കൈമാറിയത് ഏതൊക്കെ അക്കൗണ്ടിലേക്കാണെന്നും ചോദിച്ചറിയും. ആവശ്യമെങ്കിൽ കേസിൽ അധ്യാപകരെയും പ്രതി ചേർക്കും. അതേസമയം പോലീസ് അന്വേഷണം തുടരുന്നതിനിടെ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി. കേസിൽ ദിവ്യ ഉണ്ണിക്ക് പോലീസ് നോട്ടീസ് നൽകുമെന്ന വിവരങ്ങൾക്കിടയിലാണ് നടി മടങ്ങിയത്. ദീർഘനാളായി അമേരിക്കയിൽ സ്ഥിരതാമസമാണ് ദിവ്യ ഉണ്ണി. ആശുപത്രിയിലുള്ള ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. സുരക്ഷാ വീഴ്ചയ്ക്ക് പിന്നാലെ കലൂരിലെ വിവാദ നൃത്ത പരിപാടിയുടെ കൂടുതൽ സാമ്പത്തിക തട്ടിപ്പ് വിവരങ്ങളും പുറത്തുവന്നു. നൃത്തത്തിൽ നിന്ന് പിന്മാറിയവരുടെ പണം തിരികെ ചോദിച്ചവരെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശം ന്യൂസ് 18 പുറത്തുവിടുന്നു. മെഗാ നൃത്ത പരിപാടിയിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് നൃത്താധ്യാപിക സുരഭി പരിപാടിയിൽ പങ്കെടുക്കാനായി നൽകിയ 32,000 രൂപ തിരികെ ചോദിച്ചു. ഇതിന് ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു പരിപാടിയുടെ മുഖ്യ സംഘാടകരായ മൃദംഗ വിഷൻ CEO ഷമീറിന്റെ മറുപടി. നമുക്കങ്ങനെ റീഫണ്ട് ഓപ്ഷൻ ഇല്ല. അതാദ്യമേ നമ്മൾ പറഞ്ഞു വെച്ചിട്ടാണ് ഈ പറയുന്ന രീതിയിൽ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ലീഗലി മൂവ് ചെയ്യുക എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ആ പറയുന്ന നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ വ്യക്തമായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. ഞാനത് നിങ്ങൾ അറിയില്ല, നിങ്ങൾ ഇപ്പോഴും പറയുന്നത് എനിക്ക് അറിയാത്ത അറിയില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് ആരും വ്യക്തമായിട്ട് പറഞ്ഞിരുന്നില്ല. ടീച്ചറെ ഞാൻ പറയട്ടെ നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ടൈം ആണെങ്കിലും ഇതാണെങ്കിലും ഇത് സൈബർ രീതിയിലുള്ളതും ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസ്യൂമർ കോർട്ടിലേക്ക് പോകുന്ന കാര്യമാണ്. നിങ്ങളിപ്പോ ഈ കോടതി കേസ് പറഞ്ഞിട്ട് എന്നെ ഓഫീസിൽ വിളിച്ചപ്പോൾ ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. മെഗാ നൃത്ത പരിപാടിക്കായി ഇതിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും വൻതോതിലാണ് പണപ്പിരിവ് നടത്തിയത്. ഇതിലെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് പിന്മാറിയവർക്ക് നൽകിയ പണം തിരികെ നൽകാൻ തയ്യാറായില്ല. ടീച്ചറിനോട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പൊസിഷനിലാണ് എനിക്കിപ്പോ സംസാരിക്കാൻ കഴിയുക. ഞാൻ വളരെ ഇപ്പൊ നെക്സ്റ്റ് വീക്ക് ഈവന്റ് ആണ്, മനസ്സിലായോ? നമ്മൾ ഇത്രയും വലിയൊരു പ്രൊജക്ടിന്റെ എത്രയും ഹൈപ്പ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു കൺസേൺ എനിക്ക് മനസ്സിലാവും. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും കേട്ടിരിക്കുന്നതും ഞാൻ ടീച്ചറിനോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതും. അപ്പൊ എന്റെ സൈഡിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ടീച്ചറിന് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നുള്ളതാണ്. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയ്ക്ക് പിന്നാലെ വൻ സാമ്പത്തിക തട്ടിപ്പിന്റെ തെളിവുകൾ കൂടിയാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സുരക്ഷാ വീഴ്ചയെ തുടർന്ന് കൊച്ചി മറൈൻ ഡ്രൈവിൽ നടന്നുവന്ന ഫ്ലവർ ഷോ നിർത്തിവെപ്പിച്ചു. പ്രദർശനം കാണാനെത്തിയ വീട്ടമ്മ തെന്നി വീണ് കൈയൊടിഞ്ഞതിനെ തുടർന്നാണ് കൊച്ചി കോർപ്പറേഷന്റെ നടപടി. എന്നാൽ വേണ്ടത്ര മുന്നറിയിപ്പില്ലാതെ ഫ്ലവർ ഷോ നിർത്തിവെപ്പിച്ചത് സന്ദർശകരുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ഫ്ലവർ ഷോയ്ക്കിടെ നിലത്തിട്ടിരുന്ന പലകയിൽ തെന്നി വീണാണ് വീട്ടമ്മയുടെ കൈയൊടിഞ്ഞത്. പവലിയനിൽ വെള്ളം കെട്ടി ചതുപ്പായി കിടക്കുന്നതിനാൽ വരുന്നവർക്ക് നടക്കുന്നതിനായാണ് പ്ലൈവുഡുകൾ പവലിയനിൽ നിരത്തിയത്. എറണാകുളം ജില്ലാ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വീട്ടമ്മയുടെ കുടുംബം പരാതി നൽകിയ സാഹചര്യത്തിലാണ് കൊച്ചി കോർപ്പറേഷൻ സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. എന്നാൽ പ്രദർശനത്തിന്റെ അവസാന ദിവസമായിരുന്നതിനാൽ നിരവധി പേരാണ് ഷോ കാണാനെത്തിയത്. ഷോ നിർത്തിയതോടെ കാണാനെത്തിയവർ പ്രതിഷേധിച്ചു. ഇത്രയും സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഒക്കെ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാം. തോന്നിയാസമാണ് കാണിക്കുന്നത്. പക്ഷേ ആ പറയുന്ന കാര്യവും ഇത്രയും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാലൊടിഞ്ഞെങ്കിൽ അവരെ ആശുപത്രി കൊണ്ടുപോവുക, അതിനുള്ള സംവിധാനം ഉണ്ടാകണമെന്നുള്ള ശരിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പേരെ വിഷമിപ്പിക്കുക, ഈ കുട്ടികളെയും സ്ത്രീകളെയും. 2-ാം തീയതി സെയിലുണ്ടെന്ന് പറഞ്ഞിരുന്നതാണ്.
അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ എത്തിയത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് കളക്ടർ പറയുന്നു അടച്ചു കൂട്ടാൻ പറഞ്ഞെന്നാണ് ഒരു അധികാരികൾ പറയുന്നത്. നാളെ വരാൻ പറയുന്നു. നാളെ ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് വരുന്നത്, ഞങ്ങൾ അങ്ങനെ നാളെ വരുന്നത്. നൃത്തപരിപാടിക്കിടെ ഉമാ തോമസ് വേദിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ സാഹചര്യത്തിലാണ് പ്രദർശന സ്ഥലങ്ങളിലെ പരാതികൾ അധികൃതർ ഗൗരവമായി എടുത്തത്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.